ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലഭാനുദീപം ശശ്വത്സന്തുഷ്ടസംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തിനാട്യം വിതത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശകാൻ വാസനാഗാനസക്രാൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂതി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭാഗ്യം ചെയ്ത ഭാഗവത പ്രിയരെ, ചെറിയൊരു അഹങ്കാരവുമായിട്ടാണ്, അല്ലെങ്കിൽ നല്ലവണ്ണമുള്ള അഹങ്കാരവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അഹങ്കാരം കൊണ്ടും ആഗ്രഹം കൊണ്ടുമാണ് സമുദ്രയാത്ര പുറപ്പെട്ടത്, ഭാഗവതമാകുന്ന സമുദ്രയാത്ര. സമുദ്രത്തിൻ്റെ ദൂരങ്ങളിലേക്ക് എത്തും തോറും, കരയകലും തോറും ഭയം കൂടിക്കൂടി വരും. അതുപോലെയാണ് ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഭാഗവതം ആവർത്തിച്ചാവർത്തിച്ച് വായിക്കുന്നുവോ അത്രയും ഭയം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഭയം ഹൃദയത്തിലുള്ള മാലിന്യം കൊണ്ടാണ്. അത് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ടും പിന്നെ എന്തിന് ഭാഗവത ഗ്രന്ഥത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി മഹാന്മാർ നിറഞ്ഞതായ സഭകളിലൂടെ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ധൈര്യവും തന്നത് ഭാഗവതം തന്നെയാണ്. കാരണം ഭാഗവത ധർമ്മം മരിച്ചവൻ കേട്ടു. പത്മപുരാണാന്തർഗതമായ മാഹാത്മ്യത്തിൽ നാം കണ്ടതാണ്. ജീവിതത്തിൽ മഹാപാപങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള, ശരീരമുണ്ടായിട്ടും ധർമ്മമനുഷ്ഠിക്കാതെ ദീനമായിരിക്കുന്നതായ മരണത്തെ വരിച്ച് ദുഷ്ടമായിരിക്കുന്ന വാസനാഗുണങ്ങളോടുകൂടി യാതനാദേഹമായി പ്രേതമായി അലഞ്ഞു നടന്ന ധുന്ധുകാരിക്ക് ഭാഗവതം കേൾക്കാൻ ഭാഗ്യം സിദ്ധിച്ചുവല്ലോ. അതെൻ്റെ ധൈര്യമാണ്. എന്തായാലും അത്രത്തോളം പാപിയല്ല എന്നൊരു തോന്നൽ. മരിക്കാൻ പോകുന്നവൻ കേട്ടു. പരീക്ഷിത്ത് ബ്രഹ്മശാപം ഏറ്റുവാങ്ങിയിട്ടാണ് ഇരുന്നത്. ആ പരീക്ഷത്തിനെയും ഭാഗവത പുരുഷൻ അനുഗ്രഹിച്ചുവല്ലോ. ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് കേട്ടു, ജനിക്കുന്നതിന് മുമ്പ്. പ്രഹ്ലാദൻ. ജനിക്കാൻ പോകുന്നവൻ കേട്ടു, സത്യവ്രതൻ മത്സ്യമൂർത്തിയിൽ നിന്ന് ഭാഗവത ധർമ്മത്തെ. അപ്പോൾ ജനിക്കാൻ പോകുന്നവനും മരിച്ചവനും മരിക്കാൻ പോകുന്നവനും ഒക്കെ കേട്ടു. സ്വയം മരണം തന്നെ കേട്ടു. വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ മരണം തന്നെയാണ് വിതുരനായിട്ട് ജനിച്ചത്.
മൈത്രേയ മഹർഷിയിലൂടെ ആ മരണത്തെ തന്നെ ഭാഗവത ധർമ്മം എന്താണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് സഭകളിലൂടെ സഞ്ചരിക്കാനുള്ള ധൈര്യം ഭാഗവതം എനിക്ക് തന്നു. ശ്രുതിഗീതയാണ് വിഷയം. ശ്രീമദ് ഭാഗവതത്തില് 17 പുരാണങ്ങളും രചിച്ചു കഴിഞ്ഞ്, ഇതിഹാസവും രചിച്ചു കഴിഞ്ഞ് വേദത്തെ വ്യസിച്ചവനായിരിക്കുന്ന കൃഷ്ണദ്വൈപായന മഹാമുനി ശമ്യാപ്രാസത്തിൽ വിഷണനായിരിക്കുന്നതായ ഒരു രംഗമുണ്ട്. അകാരണമായിരിക്കുന്ന ദുഃഖം പിടിപെട്ടിരിക്കുന്ന വ്യാസമഹർഷിയുടെ ആ ഏകാന്തവാസത്തിൽ അദ്ദേഹം സ്വയം തിരഞ്ഞത് എൻ്റെ ദുഃഖത്തിന് കാരണമെന്താണെന്നാണ്. ആ വേദവ്യാസനെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അവിടെ നാരദ മഹർഷി എത്തിയ മനോഹരമായ കഥ ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം തൊട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. എല്ലാവർക്കും ഒരു സംശയം തോന്നാം, ഈ ശ്രുതി ഗീത പറയാൻ പുറപ്പെട്ടിട്ട് ഇദ്ദേഹം എന്തേ ഈ പ്രഥമസ്കന്ധത്തിലെ കഥയെ ഓർമ്മിപ്പിക്കുന്നു എന്ന്. ആ രംഗം നിങ്ങളുടെ മനസ്സിൽ വേണ്ടതുപോലെ പതിഞ്ഞാൽ മാത്രമേ ഇനി 10-ാമത്തെ സ്കന്ധത്തിലെ 87-ാമത്തെ അധ്യായമായ ശ്രുതിഗീത നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ശ്രുതിഗീത എങ്ങനെയാണ് ആരംഭിക്കുന്നത്? പൃഷ്ടശ്രീശുക ആഹ നാരദമുനേർ നാരായണോക്തം ജഗത് സൃഷ്ട്യാദൗ നൃപതിസ്തു വന്ദിഭിരിവ പ്രാതർന്നുത ശ്രീഹരി ആദ്യാഭി ശ്രുതിഭിസ്തമേവ സതതം ധ്യായേൻ മുമുക്ഷുസൃജൻ രക്ഷന്നേതദുദു സംഹരൻ ജഗദഹോ ലീലായതേ യഃ പ്രഭു. യഹ പ്രഭു ഏതത് ജഗത് സൃജൻ രക്ഷൻ സംഹരൻ ലീലായതേ. യാതൊരു ഈശ്വരനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും പാലിക്കുകയും സംഹരിക്കുകയും ചെയ്ത് സ്വയം ലീലകളാടുന്നത്. ക്രീഡാഭാണ്ഡമിവ, ഒരു കൊച്ചുകുട്ടി തൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ഭാണ്ഡക്കെട്ടഴിച്ച് ആ കളിപ്പാട്ടങ്ങൾ നിരത്തി വെച്ച് കളിക്കുന്നത് പോലെ ഭഗവാൻ പുഴകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഒക്കെ നിറഞ്ഞതായ ഈ പ്രപഞ്ചമാകുന്നതായ കളിക്കോപ്പുകൾ എടുത്ത് നിരത്തി വെച്ച് കളിക്കുന്നു. നമ്മളൊക്കെ അതിലെ കളിപ്പാട്ടങ്ങൾ മാത്രം. അത്തരത്തിലുള്ളതായ ആ ഭഗവാൻ പണ്ട് നാരദ മഹർഷിക്ക് നാരായണ ഋഷിരൂപത്തിൽ മഹത്തരമായിരിക്കുന്നതായ വേദത്തിൻ്റെ സാരമായി വേദങ്ങൾ ഭഗവാനെ പള്ളിയുണർത്തുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു ചക്രവർത്തിയെ സ്തുതിപാഠകർ ഉണർത്തുന്നത്, അതുപോലെ ആ ഭഗവാനെ ഉണർത്തുന്നു വേദങ്ങൾ. അങ്ങനെ വേദങ്ങൾ ഉണർത്തുന്ന ഭാവത്തിൽ വേദത്തിൻ്റെ സാരം, വേദത്തിൽ ഭഗവത് സ്വരൂപം ഏത് ഭാവേന വർണ്ണിച്ചിരിക്കുന്നു എന്നുള്ളതെല്ലാം വിസ്തരിക്കുകയുണ്ടായി. അതാണ് ശ്രുതിഗീത. നാരദ മഹർഷി നാരായണ ഋഷിയോട് ചോദിക്കുന്ന ചോദ്യം നിർഗുണമായിരിക്കുന്ന ബ്രഹ്മത്തെ, അവാച്യമായിരിക്കുന്ന ബ്രഹ്മത്തെ, ദേശകാലങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായ ബ്രഹ്മത്തെ ശബ്ദരൂപമായ ശബ്ദവൃത്തികൾ കൊണ്ട് എങ്ങനെയാണ് വേദം പ്രതിപാദിക്കുന്നത് എന്നാണ്. ഈ കഥ ശ്രീശുകൻ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാനുള്ള കാരണം പരീക്ഷത്തിൻ്റെ ഒരു സംശയമാണ്. ഇതിന് തൊട്ടു മുമ്പുള്ള 86-ാമത്തെ അധ്യായത്തിൽ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്ത കഥ ശ്രുതദേവന്റെയും ബഹുളാശുവിൻ്റെയും ചരിത്രമാണ്. ഭഗവാൻ ശ്രുതദേവൻ എന്ന ബ്രാഹ്മണനും ബഹുളാശുൻ എന്ന ചക്രവർത്തിക്കും ഒരേ സമയം അവരുടെ ഗൃഹത്തിൽ അതിഥിയായി ചെന്ന്, അല്ലയോ പരീക്ഷിത്തെ, അന്ന് ഭഗവാൻ പോയ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു ഭഗവാന്റെ ഒപ്പം 2 സ്ഥലത്തും. 2 രൂപങ്ങളെടുത്ത് ഒരേ സമയം ശ്രുതദേവന്റെയും ബഹുളാശുവിൻ്റെയും അരികത്ത് ചെന്നു. അവർ കൊടുത്ത ആതിഥ്യം സ്വീകരിച്ചു ഭഗവാൻ. കൊട്ടാരത്തിൽ ചെന്ന് ആ ചക്രവർത്തിയുടെ വിശിഷ്ടമായിരിക്കുന്ന വിഭവങ്ങൾ ഏതൊരു ഭാവേനയാണോ ഭഗവാൻ ഭുജിച്ചത്, അതേ ഭാവത്തിൽ തന്നെ ദരിദ്രനായിരിക്കുന്ന ശ്രുതദേവൻ കൊടുത്ത ചീരയിലയും പരിപ്പുകറിയും കൂട്ടിയതായ ഭക്ഷണം ഭഗവാൻ കഴിച്ചു സന്തോഷത്തോടുകൂടി. എന്നിട്ട് 2 പേർക്കും വൈദിക ധർമ്മം ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് ആ കഥ അവസാനിച്ചത്. അപ്പോഴാണ് പരീക്ഷത്തിന് സംശയം,
അല്ല, ഈ ശ്രുതദേവ ബ്രാഹ്മണനും ബഹുളാശ്വനും ഭഗവാൻ വേദധർമ്മത്തെ ഉപദേശിച്ചു കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. വേദത്തിൽ എന്നെ വേണ്ടതുപോലെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ വേദസ്വരൂപത്തിലുള്ളതായ എന്നെ വേണ്ടതുപോലെ അറിയുക. ആ വേദത്തെ ഹൃദയത്തിൽ ധരിക്കുന്നവരായിരിക്കുന്നതായ ബ്രാഹ്മണര് എന്നേക്കാൾ പൂജ്യന്മാരാണ്. കാരണം വേദത്തിലൂടെ മാത്രമാണ് ഞാൻ ലോകത്ത് വെളിച്ചപ്പെട്ടത്. ആ വേദത്തിന്റെ സാരത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണല്ലോ വ്യാസാദികളൊക്കെ വേദസാരങ്ങളെ ആ വേദക്രിയായോഗ തപസ്സമാധി ഭാവങ്ങളിൽ ഭക്തിയെ നിറച്ചുകൊണ്ട് ഭക്തിയെ വേണ്ടതുപോലെ ഉൾച്ചേർക്കുവാൻ വേണ്ടി പുരാണങ്ങളൊക്കെ രചിച്ചത്. സ്ത്രീശൂദ്രാദിഭിഹി, സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഒക്കെ. യാതൊരു പാണ്ഡിത്യവുമില്ലാത്ത ആളുകൾക്ക് കൂടി ആ വേദത്തിന്റെ മഹത്വം വേദത്തിലൂടെ എന്നെ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ രചിച്ചത്. അപ്പൊ ഈ പറഞ്ഞതായ പുരാണ കഥകളും എൻ്റെ ഈ പറഞ്ഞ കീർത്തനങ്ങളും ഒക്കെ ലോകത്ത് പരക്കാനുള്ള കാരണം എന്താ? വേദമാണ്. ആ വേദം ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്നവരാരാ? സർവവേദമയോ ബ്രാഹ്മണന്മാര്, വേദസ്വരൂപമായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര്. അതുകൊണ്ട് അവർ പരിപൂജ്യന്മാരാണ്. അവരോ എൻ്റെ ഭക്തന്മാരായ പറയുകയും വേണ്ട. ചിലരോ വേദത്തിലൂടെ ഭക്തി ഉറയ്ക്കാത്തവരാണ്. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വേദം യഥാർത്ഥത്തിൽ ഭക്തിമയമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെയുള്ള 3 വേദങ്ങള്, 4 വേദങ്ങള്. ആ 4 വേദങ്ങൾക്ക് ത്രയി എന്നൊരു പേരുണ്ട്. ഋഗ്വേദത്തിൽ പദ്യരൂപമാണ്, യജുർവേദത്തിൽ ഗദ്യരൂപമാണ്, സാമവേദത്തിൽ ഗാനരൂപമാണ്, അഥർവത്തിൽ ഗദ്യ പദ്യ ഗാനരൂപങ്ങളെല്ലാം ഉണ്ട്. ഈ രൂപത്തിലൊക്കെ യഥാർത്ഥത്തിൽ സ്തുതിക്കുന്നത് ഭഗവാനെയാണ്, ബ്രഹ്മത്തെയാണ് വേദം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ വൈദിക ധർമ്മം ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത്. അതാണ് പരീക്ഷത്തിൽ സന്ദേഹമുണ്ടാക്കിയത്. ഈ വേദം എങ്ങനെയാണ് ബ്രഹ്മത്തെ അറിയിക്കുന്നത്? ശബ്ദത്തിന് ബ്രഹ്മത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തിയുണ്ടോ? കാരണം എന്താ? ശബ്ദം ലൗകികമാണ്. ഈ ശബ്ദത്തിന്റെ അർത്ഥമോ പ്രത്യേകമായിരിക്കുന്നതായ ചില നിയമങ്ങളാൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ന വാക്കുകൾക്ക് ഇന്ന ഇന്ന അർത്ഥമുണ്ടാവണം. അത് രൂഢിമൂലമായിട്ടും അതുപോലെ തന്നെ മുഖ്യമായിരിക്കുന്നതായ അർത്ഥങ്ങളെ ഇന്ന വാക്കുകൾക്ക് ഇന്ന അർത്ഥം എന്ന രീതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നു. ഇതുകൂടാതെ യോഗ രൂപത്തിൽ വന്നിരിക്കുന്ന അർത്ഥങ്ങളുമുണ്ട്. എല്ലാ ശബ്ദങ്ങളിൽ നിന്നും ഇത്തരത്തിൽ അർത്ഥമുണ്ടാകുന്നത് ആഭ്യന്തരം, ബാഹ്യം എന്നിങ്ങനെയുള്ളതായ പ്രയത്നങ്ങളിലൂടെയാണ് ശബ്ദങ്ങൾ ഉണ്ടാവുന്നത്. ആ ശബ്ദങ്ങൾക്ക് ലോകത്തിലെ വസ്തുക്കളുമായിട്ടുള്ളതായ സാമ്യം നിശ്ചയിച്ചിരിക്കുന്നത് ലൗകികമായി ബന്ധമുള്ളതായ മനസ്സാണ്. ആ മനസ്സിന്റെ യുക്തിയുക്തമായ വിചാരത്തിന്റെ പ്രതിഫലനമാണ് ശബ്ദത്തിന്റെ അർത്ഥമെന്നിരിക്കെ, യുക്തിക്ക് അതീതമായിരിക്കുന്ന, വാക്കുകൾക്ക് അതീതമായിരിക്കുന്ന, യാതൊരു തരത്തിലുള്ള ഗുണങ്ങളുമില്ലാത്തതായ ബ്രഹ്മത്തെ എങ്ങനെ വേദം ഉൾക്കൊള്ളുന്നു? ചോദ്യം. അപ്പൊ പറഞ്ഞു, ശ്രീശുകൻ പറയുകയാണ്, ഇതേ ചോദ്യം പണ്ട് നാരദ മഹർഷി ചോദിക്കുകയുണ്ടായി നാരായണ ഋഷിയോട്. നരനാരായണന്മാരുടെ ആശ്രമത്തിൽ ചെന്നു. കർമ്മസ്വരൂപവും ജ്ഞാനസ്വരൂപവുമായി നരനും നാരായണനും തപസ്സും ക്രിയായോഗവും ഒരുപോലെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതായ ആശ്രമത്തിലേക്കാണ് എത്തിച്ചേർന്നത്. അങ്ങനെയുള്ളതായ ആ ആശ്രമത്തിൽ ചെന്ന് നാരദ മഹർഷി നാരായണ ഋഷിയോട് ചോദിച്ചതും ഇത് തന്നെ. അപ്പൊ നാരായണ ഋഷി പറഞ്ഞു, അല്ലയോ നാരദ മഹർഷേ, പണ്ട് ഇതേ ചോദ്യം ബ്രഹ്മസദസ്സിൽ വെച്ച് സനന്ദൻ, സനാതനൻ മുതലായിരിക്കുന്നതായ ബ്രഹ്മപുത്രന്മാര്, ഊർധ്വരേതസ്സുകളായിരിക്കുന്ന ബ്രഹ്മപുത്രന്മാര്, അവര് ഈ അങ്ങ് ചോദിച്ച സംശയത്തെ ഉന്നയിച്ചുകൊണ്ടൊരു ചർച്ച നടത്തുകയുണ്ടായി. ആ ചർച്ചയ്ക്ക് ബ്രഹ്മസത്രം എന്നാണ് പേര്. ഒരേ ജ്ഞാനമുള്ള ആളുകള്, ആ ആളുകളിൽ ഒരാളെ വക്താവാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ശ്രോതാക്കളാക്കിക്കൊണ്ട് ചെയ്യുന്നതായ സത്രത്തിന് പറയുന്ന പേരാണ് ബ്രഹ്മസത്രം. അങ്ങനെ ഒരേ ജ്ഞാനമുള്ള ആളുകള് അവരിൽ ഒരാളെ പ്രധാനിയാക്കി ചെയ്യുന്നതായ കർമ്മങ്ങളോടുകൂടിയതായ യാഗത്തിന് കർമ്മസത്രം എന്ന് പറയും. ഇവിടെ സനകാദി ഋഷീശ്വരന്മാര് 4 പേരും ഒരേ ജ്ഞാനമുള്ളവരാണ്. ബ്രഹ്മലോകത്തുള്ള ഋഷീശ്വരന്മാരെല്ലാവരും ഒരേ ആ ബ്രഹ്മത്തെ അനുഭവിക്കുന്നവരാണ്. അപ്പൊ അവരില് ഞാൻ വലിയവൻ നീ ചെറിയവൻ എന്നുള്ള ഭാവഭേദമില്ല. അതുണ്ടെങ്കിൽ ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല.
അപ്പൊ അത്തരത്തിൽ ഭേദബുദ്ധികൾ ഇല്ലാത്തവരായിരിക്കുന്ന ജ്ഞാനികളായ അവരിൽ സനന്ദനൻ ഈ ചർച്ചയ്ക്കുള്ളതായ ഉത്തരം കൊടുക്കുകയാണ്. സനന്ദനൻ പറഞ്ഞത് ഇതാണ്: സാക്ഷാൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്നു, പാലിക്കുന്നു, സംഹരിക്കുന്നു. ഇങ്ങനെയുള്ളതായ 3 ഭാവങ്ങളിലൂടെ പ്രപഞ്ചത്തിൽ ജീവാത്മാക്കളെ പല പല ശരീരങ്ങളിലൂടെ കടത്തിവിടുന്നു. ഇതിനൊക്കെ നിയാമക ശക്തികളായിട്ട് അനവധി ദേവസ്വരൂപങ്ങളെ ഭഗവാൻ തന്നെ ധരിച്ചിരിക്കുന്നു. ഒടുവിലോ യഥോർണനാഭി, 8 കാലി തൻ്റെ നാഭിയിൽ നിന്നും ഉണ്ടാകുന്നതായ നൂലുകൊണ്ട് വല തീർത്ത് ഒടുവിൽ ആ വലയെ സ്വയം തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നത് പോലെ ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുന്നു. എന്നിട്ടോ ശയിക്കുന്നു. യോഗനിദ്രയിൽ പള്ളി കൊള്ളുന്നതായ ഭഗവാനെ ഒരു ചക്രവർത്തിയെ ഉണർത്തുന്നത് പോലെ വേദങ്ങൾ ഉണർത്തുകയാണ്. ഇങ്ങനെ സ്തുതിപാഠകന്മാരെങ്ങനെയാണോ ചക്രവർത്തിയുടെ വീരശൂര പരാക്രമങ്ങളെ വേണ്ടതുപോലെ വാഴ്ത്തിക്കൊണ്ട് രാജാവിനെ ഉണർത്തുന്നത്, അതുപോലെ ഭഗവാനെ ഉണർത്തുന്ന സമയത്ത് ആ വേദങ്ങൾ ഏത് ഭാവത്തിലാണ് ഉണർത്തിയത് എന്നുള്ളത് കണ്ടവരാരെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ ലോകം തന്നെ ഉണ്ടായിട്ടില്ല, അല്ലേ? യഥാർത്ഥത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിലെ വേദത്തിലെ നാസദാസിത് ശുക്രം എന്ന് പറയുന്ന സത്തുമുണ്ടായിരുന്നില്ല, അസത്തുമുണ്ടായിരുന്നില്ല, കാലമുണ്ടായിരുന്നില്ല, ഇരുട്ടും വെളിച്ചവും ഉണ്ടായിരുന്നില്ല, രാത്രിയും പകലും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതായ ഒരു കാലത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നുണ്ട്, കാലമില്ലാത്തൊരു കാലത്തെക്കുറിച്ച്. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപം ഉണ്ടാകുന്നതിന് മുമ്പ് യാതൊരു അവസ്ഥയുണ്ട്, ശൂന്യത പോലും ഇല്ലാത്തതായ ഒരവസ്ഥ. അത് നമുക്ക് മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒന്നിനെക്കുറിച്ച് വേദം വാക്കുകളാൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതാണ് നാസദാസിത് സൂക്തം. ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ യാതൊന്ന് ഉണ്ടായിരുന്നുവോ അതാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനെ വേദങ്ങൾ ഉണർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണർത്തിയ കാര്യം ആരും കാണാൻ സാധ്യതയില്ല. എന്നിട്ട് കൂടി സനകാദികള് ആ വേദങ്ങൾ സ്തുതിച്ച സ്തുതിയെ ശ്രുതിഗീത എന്ന പേരിൽ ഭാഗവതത്തിൽ വർണ്ണിച്ചത്. ശ്രുതിഗീത യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവതം എന്ന മഹാപുരാണത്തിന്റെ ദാർശനികമായിരിക്കുന്ന പ്രമാണ അധ്യായമാണ് എന്നുള്ളത് കൊണ്ടാണ്. ശ്രീമദ് ഭാഗവതം പ്രമാണീകരിക്കുന്ന അധ്യായമാണ് ശ്രുതിഗീത. അതുകൊണ്ട് തന്നെ ഈ ശ്രുതിഗീത വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാതാവായിരിക്കുന്നതായി എനിക്ക് ഒരു ധൈര്യമുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും അത് തീർച്ചയായും ഈശ്വരനിലേക്ക് അന്വയിക്കപ്പെടും. ശ്രുതിഗീതയുടെ അർത്ഥവും അതാണ്. ഏത് ശബ്ദം ഉപയോഗിച്ചാലും ആ ശബ്ദം മുഴുവൻ ഭാഗവത പുരുഷനായിരിക്കുന്ന പരബ്രഹ്മത്തിലേക്ക് അന്വയിക്കപ്പെടുന്നു. അപ്പോൾ പിന്നെ വ്യാഖ്യാനിക്കാൻ പേടിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഭാഗവതം തന്നെയാണ് ധൈര്യം തന്നത് എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ വേദമാകട്ടെ ഏതെങ്കിലും ഒരു പുരുഷനാൽ ഉണ്ടാക്കിയതല്ല, അത് അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടായി എന്ന് വേദത്തിൽ തന്നെ പറയുന്നു. ഋചോ അക്ഷരേ പരമേ വ്യോമൻ. ഋക്കുകള് ആകാശത്തിൽ നിന്നുണ്ടായി. ഭാഗവതത്തിൽ തന്നെ സാഖ്യയോഗം, അതുപോലെ സൃഷ്ടി ക്രമങ്ങളെക്കുറിച്ചുള്ളതായ വർണ്ണനകൾ, സർഗം, വിസർഗം, ഈ വക ഭാഗങ്ങളൊക്കെ വർണ്ണിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആകാശം, ആ പരമമായിരിക്കുന്നതായ ആകാശത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, പ്രണവം, ആ പ്രണവത്തിൻ്റെതായിരിക്കുന്ന വികാര സ്വരൂപങ്ങളായി പ്രപഞ്ചമുണ്ടായി. ഇത് തന്നെ ന്യായശാസ്ത്രകാരന്മാരും യോഗശാസ്ത്രകാരന്മാരും ഇന്നേ വരെ ഭാരതത്തിലുണ്ടായിട്ടുള്ള എല്ലാ ദാർശനികരും പല വിധത്തിലുള്ളതായ ഭാഷകളിലൂടെ വർണ്ണിച്ചു എന്ന് മാത്രം. എല്ലാം ഉണ്ടായത് ഭഗവത് സങ്കല്പം കൊണ്ട് ഒന്ന് മാത്രമാണ്. പക്ഷേ ശ്രുതിഗീത കുറച്ചുകൂടി ആഴത്തിൽ ആ തത്വത്തെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന അറിവിലേക്കാണ് ശ്രുതിഗീത നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശ്രുതിഗീത 28 ശ്ലോകങ്ങളാണ്. ആ 28 ശ്ലോകങ്ങളുടെയും അർത്ഥം ഇവിടെ ഇരുന്ന് വ്യാഖ്യാനിക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നില്ല. ഞാൻ അങ്ങനെ വാശി പിടിക്കുന്നുമില്ല. എത്രത്തോളം വ്യാഖ്യാനിച്ചു അത്രത്തോളം വ്യാഖ്യാനിക്കാം. അത് വ്യാഖ്യാനമാണെന്നും എനിക്ക് ഉറപ്പ് തരാൻ സാധിക്കുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, യാതൊന്നാണ്
ഭാഗവത പുരുഷനിലൂടെ നാം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ അനുഭവ തലങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന തരത്തിൽ നമ്മുടെ ചിന്തയെ, നമ്മുടെ ബുദ്ധിയെ ഏകാഗ്രമാക്കാൻ ഈ ശ്രുതി ഗീത വേണ്ടതുപോലെ വായിച്ചാൽ മാത്രം മതി. വേദം ചൊല്ലുന്ന സമയത്ത്, വേദം പഠിക്കുന്ന സമയത്ത് ആ വേദത്തിലെ ഋക്കുകളുടെ അർത്ഥം പറഞ്ഞു കൊടുക്കാറില്ല ഗുരുക്കന്മാർ, ഉപാധ്യായന്മാർ. വേദത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കരുത് എന്നുകൂടി പറയുന്ന ആളുകളുണ്ട്. എന്താ അതിന്റെ കാരണം? ഈ പറഞ്ഞതായ ലൗകികമായിരിക്കുന്ന ഒരു വ്യാപാരങ്ങളിലൂടെയും വേദത്തിന്റെ അർത്ഥത്തെ വ്യക്തമാക്കാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ വേദാർത്ഥം എങ്ങനെ ബോധ്യപ്പെടണം? ശബ്ദത്തിലൂടെ അനുഭവമായി ബോധ്യപ്പെടണം. ആ അനുഭവമോ മുഖ്യവൃത്തിയായിരിക്കുന്ന രൂഢി എന്ന് പറയുന്നതായ ഒരു ശക്തി കൊണ്ട് ഒരിക്കലും സാധ്യമാവുകയില്ല. ഡിത്തഹ എന്നൊരു പദമുണ്ടെങ്കിൽ അതിന് മൺകട്ട എന്നാണ് അർത്ഥം. ഡിദ്ധക എന്ന പദത്തിന് മൺകട്ട എന്ന അർത്ഥം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാലോ ഉത്തരവില്ല. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് രൂഢിമൂലമായത്. അത് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ആ വാക്കും അർത്ഥവും കൂടിച്ചേർന്നിരിക്കുകയാണ്. അത് ഈശ്വരകൽപ്പിതമാണ് ആ അർത്ഥം. ഈശ്വരേച്ഛയായിരിക്കുന്നതായ ഈ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്കുകൾക്ക് സംജ്ഞ എന്നാണ് പേര്. ആ വാക്കുകൊണ്ട് ബോധിപ്പിക്കപ്പെടുന്നതായ യാതൊന്ന് ഉണ്ടോ അതിനെ സംജ്ഞി എന്നും വിളിക്കുന്നു. ഇത്തരത്തിൽ വാക്കും അർത്ഥവും ചില പ്രത്യേകമായിരിക്കുന്നതായ കാരണങ്ങളെ കൊണ്ടാണ് യോജിച്ചിരിക്കുന്നത്. അത് സംബന്ധങ്ങളാണ്. പലതരത്തിലുള്ള സംബന്ധങ്ങൾ ഉണ്ടാവും. കർണ ശബ്ദത്തിന് ചെവി എന്നാണ് അർത്ഥം. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കർണം എന്ന് പറഞ്ഞാൽ ചെവി എന്ന ഇന്ദ്രിയമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് കൂടാതെ പ്രത്യേകമായിരിക്കുന്നതായ സ്വരൂപം, ജാതി, ഗുണം എന്നിവയുടെ പ്രത്യേകതകളെ കൊണ്ട് ചില വാക്കുകൾക്ക് അർത്ഥം ബോധ്യപ്പെടും. ഇങ്ങനെ ലക്ഷണ എന്ന് പറയുന്നതായ ഒരു വ്യാപാരം കൂടി പറയുന്നു. മുഖ്യമായിരിക്കുന്നതായ പദത്തെ വിട്ടുകൊണ്ട് മറ്റേതെങ്കിലും പദത്തെ വിശേഷണത്തിലൂടെ മുഖ്യമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ജഹൽ ലക്ഷണ എന്ന് പറയും. മുഖ്യമായ വാക്കിനെ വിട്ടു പറയുന്നതായ ആ വാചകത്തിലൂടെ നമുക്ക് അർത്ഥം ബോധ്യപ്പെടുമ്പോൾ. അതിന് ഉദാഹരണം പറയുന്നത് ഗംഗായം ഘോഷക എന്ന് പറയുന്നതായ ഒരു വാചകമാണ്. ഗംഗയിൽ കുടിലുണ്ട്, ചേരികളുണ്ട്. ഗംഗയിൽ ചേരികളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തോന്നുന്നത് എന്താ? ഗംഗയിൽ എങ്ങനെയാണ് ചേരികളുണ്ടാവുക? ഗംഗ ഒഴുകുന്ന ഒന്നാണ്. അതിലൊരിക്കലും കുടിൽ കെട്ടാൻ സാധിക്കുകയില്ല. അപ്പോൾ ബുദ്ധി വീണ്ടും ചിന്തിച്ചു, യുക്തിയുക്തം. അപ്പൊ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഏകദേശം സൂചിപ്പിച്ചു, ഗംഗയുടെ തീരത്ത് കുടിലുണ്ടാവും എന്നാവും. കുറച്ചുകൂടി ആഴത്തിൽ ബുദ്ധി യുക്തിപൂർവ്വം ചിന്തിച്ചപ്പോൾ മറ്റൊരർത്ഥം കൂടി ബോധ്യപ്പെട്ടു. ഗംഗയ്ക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളുണ്ടോ, ആ ഗംഗയുടെ തണുപ്പ്, ഗംഗയുടെ പ്രവാഹരൂപത്തിലുള്ളതായ ആ സൗന്ദര്യം, ഇതൊക്കെ അടങ്ങിയതായ കുടിലുണ്ട് എന്ന് വേണമെങ്കിൽ അർത്ഥം കൽപ്പിക്കാം. ഇങ്ങനെ ഗംഗയുടെ ഗുണങ്ങളെ കൊണ്ട് അർത്ഥം കിട്ടി, അതിൻ്റെ സാമീപ്യം കൊണ്ട് അർത്ഥം കിട്ടി, ഇങ്ങനെ യോഗശക്തി കൊണ്ട് അർത്ഥം തോന്നാം. അതുപോലെ തന്നെ മുൻപ് എപ്പോഴോ കണ്ട ഒരാൾ, ദേവദത്തൻ എന്ന് പേരുള്ള ഒരാളെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നു. ഇപ്പൊ അയാളെ വീണ്ടും കണ്ടു. അപ്പോൾ പറയുകയാണ് വേറൊരാളോട്, ദാ ഇതാണ് ആ ദേവദത്തൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം? ഇതിനു മുമ്പ് കണ്ട് പരിചയപ്പെട്ടതായ ആ ദേവദത്തനാണ് ഇത് എന്ന അർത്ഥബോധം ലഭിച്ചു. അവിടെ പ്രത്യേകിച്ച് ദേവദത്തിനെ കുറിച്ചുള്ള ഗുണങ്ങളോ വിശേഷണങ്ങളോ ഒന്നും പറഞ്ഞില്ല. ശോണോ ധാവതി എന്ന് പറയുമ്പോൾ ചുവപ്പ് ഓടുന്നു എന്നാണ് അർത്ഥം. ശോണ ശബ്ദത്തിന് ചുവപ്പ് എന്നാണ്. ചുവപ്പ് ഓടുന്നു. ചുവപ്പ് നിറം ഓടുവോ? ഇല്ല. അപ്പൊ നിറത്തിന് ഓടാനുള്ള കഴിവില്ല. അപ്പൊ അവിടെ മറ്റൊന്ന് ബോധിപ്പിച്ചു, ചുവപ്പ് നിറമുള്ള കുതിര ഓടുന്നു, അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള എന്തെങ്കിലും ഒരു വസ്തുവിന്റെ ഗമനത്തെ അത് അർത്ഥമാക്കുന്നു. ഇത്തരത്തിൽ അർത്ഥബോധം പല രീതിയിലാണ്. ന്യായകാരന്മാർ ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ പല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നതായ ആ സിദ്ധാന്തങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടതായ പ്രമാണങ്ങൾ നിരത്തി, ലക്ഷണങ്ങൾ നിരത്തി, ശാസ്ത്ര രൂപേണ ഒരു വിഷയത്തെ അവതരിപ്പിക്കുക എന്നതായ ഒരു ശൈലി കൊണ്ടുവന്നത് തന്നെ ന്യായകാരന്മാരാണ്. തർക്കശാസ്ത്രമില്ലാതെ മറ്റൊരു ശാസ്ത്രങ്ങളും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. ജ്യോതിഷമായിക്കൊള്ളട്ടെ, സാഖ്യയോഗമായിക്കോട്ടെ, എല്ലാം തർക്കവിതർക്ക രൂപേണ, ഖണ്ഡന മണ്ഡന ന്യായ രൂപേണ
പ്രതിപാദിക്കപ്പെടുന്നു. ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, പുരാണങ്ങളൊക്കെ സംവാദം രൂപത്തിലാവാനുള്ള കാരണം അതാണ്. യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും കേട്ടുകഴിഞ്ഞാൽ ആ യുക്തിയെക്കുറിച്ച് അന്വേഷിക്കാനുള്ളതായ ഒരു ത്വര ഏത് മനുഷ്യനും ഉണ്ടാവും. അത്തരത്തിൽ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ അന്വേഷിച്ച് കണ്ടെത്തുക എന്നതായിരുന്നു ദാർശനികന്മാരുടെ യഥാർത്ഥത്തിലുള്ളതായ ഉദ്ദേശം. അപ്പൊ അങ്ങനെ പശു എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊക്കെ പശുവിനെ ഓർമ്മ വരും, ഇല്ലേ? വരുമോ? ഏത് പശുവിനെ ഓർമ്മ വരിക? അയൽപക്കത്തെ പശുവിനെയാണോ? നമ്മുടെ വീട്ടിലെ പശുവിനെയാണോ? കറുത്ത പശുവിനെയാണോ? വെളുത്ത പശുവിനെയാണോ? തവിട്ട പശുവിനെയാണോ? അങ്ങനെയൊന്നുമില്ല. പശു എന്ന് പറയുന്ന എന്തോ ഒന്ന് ഒരർത്ഥബോധം നമ്മുടെ ഉള്ളിലുണ്ട്. പശുവിൻ്റെതായിരിക്കുന്ന ഗുണവിശേഷങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കൂടി ഒരുമിച്ചൊരു ഓർമ്മ വരും, അത്രയേ ഉള്ളൂ. അപ്പൊ അർത്ഥം എന്ന് പറയുന്നത് പശു എന്ന് പറയുന്നതായ കൃത്യമായിരിക്കുന്നതായ ഒരു വിഷയത്തിലല്ല അർത്ഥം, അതിനേക്കാൾ മറ്റേതോ തലത്തിൽ നമ്മുടെ മാനസികമായി വ്യാപാരമായി നിലനിൽക്കുന്നു എന്നാണ് ന്യായകാരന്മാരുടെ വാദം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്നും തന്നെ നമുക്ക് വേദാർത്ഥത്തെ ബോധ്യപ്പെടാൻ തരമില്ല. അതുകൊണ്ടാണ് വേദം കുട്ടിക്കാലത്ത് തന്നെ പഠിക്കണം എന്ന് പറയാറുണ്ട് ആചാര്യന്മാര്. ഏകദേശം ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ വേദപഠനം ആരംഭിക്കുകയായി. ഇപ്പം ഏകദേശം ഒരു 6 വയസ്സ് 7 വയസ്സാകുമ്പോഴേക്കും വേദം പഠിച്ചു തുടങ്ങും. കാണാപ്പാഠമാണ് ചെല്ലുക. വേദത്തിൽ പലതരത്തിലുള്ളതായ പ്രക്രിയകളുണ്ട്. അഷ്ടൗ വികൃതയ പ്രോക്ര, വേദത്തിന് 8 വികൃതികളുണ്ടെന്നാണ് പറയുന്നത്. ജട, രഥ എന്നിങ്ങനെയുള്ളതായ മാല എന്നിങ്ങനെ. വികൃതി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ കുട്ടികൾക്ക് വികൃതി ഉണ്ട് എന്ന് പറയില്ലേ? എന്താ കാരണം? കുട്ടികളുടെ വികൃതി എങ്ങനെയാ? അങ്ങടോടും ഇങ്ങടോടും, അപ്പുറത്തേക്ക് ചാടും ഇപ്പുറത്തേക്ക് ചാടും, എവിടെ ഇരിക്കോ ഇരിപ്പുറപ്പില്ല, അല്ലേ? ഒരു ക്രമമില്ലാതെ ജീവിത കാലഘട്ടം കഴിയുന്ന ഒരു കാലത്തെയാണ് ബാല്യത്തിന്റെ വികൃതി എന്ന് വിളിക്കുക. ഏകദേശം വേദത്തിനും അത്തരത്തിലുള്ള ഒരു സ്വഭാവ സവിശേഷതയുണ്ട്. 8 തരത്തിലുള്ള വികൃതികൾ. ചില ഋക്കുകളൊക്കെ മാല പോലെ കോർത്ത് കോർത്ത് മണി പോലെ മാല പോലെ കോർത്ത് ചെല്ലുന്നവ. ചിലത് പദം മുറിച്ച് ചെല്ലുന്നവ, ചിലത് അക്ഷരം തന്നെ മുറിച്ച് ചെല്ലുന്നവ, ചിലത് സ്വരങ്ങളുടെ വ്യത്യാസങ്ങളെ വേണ്ടതുപോലെ ബോധ്യപ്പെടുത്തി ചെല്ലുന്നവ. ജഡ പോലെയാണ് ചിലത്, അതിന് പ്രത്യേകിച്ച് ക്രമമൊന്നും ഉണ്ടാവില്ല, കൂടിച്ചേർന്നിരിക്കുന്നവ. അതിനെ വേർതിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. വാക്ക്, ശബ്ദം, വാക്യം എന്നിങ്ങനെയുള്ളതായ വേർതിരിവ് മനസ്സിലാവാത്ത വിധത്തിൽ ചെല്ലുന്നവ. ഇങ്ങനെ വേദ ഋക്കുകൾക്ക് തന്നെ പല രൂപഭാവങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ കാരണം എന്താ? ഈശ്വരീയമായിരിക്കുന്നതായ തത്വത്തിലേക്ക് ലൗകികമായ വ്യാകരണ നിയമം അനുസരിച്ച് നമുക്കൊരിക്കലും വേദഋക്കുകളുടെ വ്യാഖ്യാനിക്കാനോ അതിൻ്റെ അർത്ഥം കൽപ്പിക്കാനോ സാധിക്കുകയില്ല എന്നത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. പുരുഷസൂക്തത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്നു. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. 1000 ശിരസ്സുകളുള്ള, 1000 കണ്ണുകളുള്ള, 1000 കൈകാലുകളുള്ള വിശ്വരൂപനായിട്ടാണ് പുരുഷസൂക്തത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്നത്. അത്യതിഷ്ഠദശാങ്കുലം സഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. ഭൂമിയെ വൃത്തിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ ബന്ധിച്ച് നോക്കുമ്പോൾ ഭൂമിയേക്കാൾ ഏകദേശം 10 അങ്കുലം വലുപ്പം കൂടുതലാണ് ഈ വിരാട് പുരുഷന് എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ ഭൂമിയെ വൃത്തിയായി സ്വീകരിക്കുക, ഭൂമിയെ ഈ ഈശ്വരനെ അളക്കാനുള്ളതായ ഒരു മാധ്യമമായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭൂമിയേക്കാൾ ഒരു 10 അങ്കുലം കൂടുതലുണ്ട് എന്നാണ്. ഇങ്ങനെയുള്ള ഈ വാക്കുകളുടെ അർത്ഥത്തെ കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശ്വരന്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ ധ്യാനിക്കാൻ സാധിക്കുമോ? ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തില് ശ്രീശുകൻ ഭഗവാനെ ധാരണ ചെയ്യാനുള്ളതായ ആ ഉപദേശം കൊടുക്കുന്നുണ്ട് പരീക്ഷത്തിന്. ഭഗവത് സ്വരൂപത്തെ ധ്യാനിക്കണം, പാതാളമേതൽ എന്ന് തുടങ്ങുന്നതായ മനോഹരമായിരിക്കുന്ന ശ്ലോകങ്ങൾ. അതല വിതല തലാതല രസാതലാദി പാതാളം തൊട്ട് ഭഗവാനെ സത്യലോകം വരെയുള്ളതായി ഈ ലോകമായിട്ട് സ്വയം കൽപ്പിക്കണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ വേദ സ്വരൂപമായി ഋഗ്വേദത്തിലെ പുരുഷസൂക്തത്തിന്റെ തന്നെ സാരത്തെയാണ് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഭാഗവതം നമുക്ക് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞു തരികയാണ് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞതുപോലെ 1000 ശിരസ് എന്ന് പറഞ്ഞാൽ അനന്തമായ ശിരസ്സുകളുള്ളവൻ, അനന്തമായ കൈകാലുകളുള്ളവൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഒന്നുകൂടി ബോധ്യപ്പെടണമെങ്കിൽ വേദസ്തുതിയിലേക്ക് നമുക്ക് പതുക്കെ കടക്കാം. ഈ വേദത്തിലെ നമുക്ക് വ്യക്തമായ ലൗകിക വ്യാകരണത്തോടു കൂടിയ അർത്ഥം മനസ്സിലാക്കാൻ കഴിയാൻ, ആ മനസ്സിലാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേദസ്തുതിയിലൂടെ ശ്രീമദ് ഭാഗവതം, ഭാഗവത പുരുഷൻ, ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്ന് പറയുകയുണ്ടായി. വേദം
ധർമ്മമാണ്, ആ വേദസ്വരൂപൻ തന്നെയാണ് നാരായണൻ എന്നുകൂടി ഭാഗവതത്തില് തുടരെ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ ലൗകികമായ ശബ്ദത്തിന് അലൗകികമായിരിക്കുന്ന ഈശ്വര തത്വത്തെ എങ്ങനെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ പ്രമാണീകരിച്ച് നമുക്ക് വേദങ്ങൾ തന്നെ സ്തുതിക്കുന്ന രൂപത്തിൽ ഭാവന ചെയ്തുകൊണ്ട് സനകാദൃഷീശ്വരന്മാർ ബ്രഹ്മസത്രത്തിൽ വെച്ച് പറയുന്ന രീതിയിൽ പറഞ്ഞു തരികയാണ് ചെയ്തത്. ജയ ജയ ജഹ്യജാം അജിത ദോഷ ഗൃഭീത ഗുണാം ത്വമസി യദാത്മനാ സമവരുദ്ധ സമസ്ത ഭഗ അഗജഗദോഗസാമഖില ശക്തി അവബോധകത്തെ ക്വചിദജയാത്മനാച ചരതോനുചരേന്നിഗമഃ. അജാം ജഹി, അതാണ് അതിലെ പ്രധാനപ്പെട്ടതായ വാക്ക്. ഭഗവാനെ സ്തുതിക്കുകയാണ്. അല്ലയോ ഭഗവാനെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ ചലിപ്പിച്ചുകൊണ്ട് അതിനെ പാലനം ചെയ്തുകൊണ്ട് ഒടുവിൽ അതിനെയൊക്കെ സംഹരിച്ച് നിദ്ര ചെയ്യുകയാണ് ഭഗവാൻ. അങ്ങനെ ഉറങ്ങുന്നതായ ചക്രവർത്തിയെ ഉണർത്തുന്ന സ്തുതിപാഠകരെ പോലെ വേദങ്ങൾ പറയുന്നു, അജിത ത്വം ജയ ജയ, ആരാലും കഴിയാത്തവനായിരിക്കുന്ന അല്ലയോ അജിത, അങ്ങ് ജയിച്ചാലും. ദോഷഗൃഭീത ഗുണാം അജാം ജഹി, ദോഷങ്ങളോടുകൂടിയതായ അജാം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നാണ് അർത്ഥം. പ്രകൃതിയുടെ സ്വഭാവം എന്താ? ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എങ്ങനെയാ? പ്രകൃതിയുടെ സഹായത്തോടുകൂടി. ഈ പ്രകൃതിയോ ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല. ഭഗവത് സങ്കല്പം തന്നെയാണ് പ്രകൃതി, അഥവാ മായ, അവിദ്യ, അജ്ഞാനമാണ് ഈ പ്രപഞ്ചത്തിന് കാരണം എന്ന് വേദാന്തികൾ പറയുന്നു. അജ്ഞാനം നീങ്ങിക്കഴിഞ്ഞാലോ ഈ പ്രപഞ്ചമില്ല. ബ്രഹ്മസത്യം ജഗന്മിഥ്യ എന്ന ബ്രഹ്മസൂത്രങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അജ്ഞാന സ്വരൂപമായിരിക്കുന്ന പ്രകൃതിയെ ഞങ്ങളിൽ നിന്ന് വേർപെടുത്തിയാലും, ആ പ്രകൃതിയെ ഉപേക്ഷിച്ചാലും, ഈ പ്രകൃതിഭാവമാണ് യഥാർത്ഥത്തിൽ അങ്ങും ഞങ്ങളും രണ്ടും രണ്ടാണെന്നുള്ളതായ തോന്നലിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജീവാത്മാക്കൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? പ്രകൃതിയാണ്. അപ്പൊ ആ പ്രകൃതിയെ ഉപേക്ഷിച്ചാലും മോചിപ്പിച്ചാലും യാതൊന്ന് കാരണമായിട്ട് ഭഗവാൻ സകല സ്ഥാവര ജംഗമങ്ങളിലും സ്വയം ഉൾച്ചേർന്നുകൊണ്ട് ഈ സർവഭൂതജാലങ്ങളെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭൂതങ്ങളിൽ അഹം തത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ട് യഥാർത്ഥമായിരിക്കുന്ന ആത്മസത്താരൂപത്തെ മറച്ചിരിക്കുന്നു. അങ്ങനെയുള്ളതായ ആ സകല ശക്തികളെയും ഉണർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. എല്ലാവരിലും അഹത്തെ നിറയ്ക്കുന്നത് ഭഗവാൻ തന്നെ. ആ അഹംബോധത്താൽ ഈ പ്രപഞ്ചമായി സ്വയം ഇന്ന് കാണുന്ന സകല ചലനങ്ങൾക്കും കാരണമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞങ്ങൾ വേണ്ടതുപോലെ പിന്തുടരുന്നു. ആരായി ഞങ്ങൾ? വേദങ്ങൾ. ആ ഭഗവാനെയാണ് ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേദത്തിൽ ഈ ഭഗവാന്റെ ലീലയെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. യഥോവ ഇമാനി ഭൂതാനി ജായന്തേ യേന ജാതാനി ജീവന്തി യം പ്രയന്തി അഭിസംവിശന്തീതി. യാതൊന്നിൽ നിന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവഭൂതജാലങ്ങളും ഉണ്ടായോ? യാതൊന്നുകൊണ്ട് ഇതൊക്കെ നിലനിൽക്കുന്നുവോ? യാതൊന്നിലേക്ക് ഇതൊക്കെ വിലയിക്കുന്നുവോ? അങ്ങനെയുള്ളതായ യാതൊരു കാരണമുണ്ടോ? ആ കാരണസ്വരൂപമാണ് ബ്രഹ്മം. ഇങ്ങനെയാണ് വേദം സ്തുതിക്കുന്നത്. അപ്പൊ പരബ്രഹ്മത്തെ വേദത്തിൽ എങ്ങനെയാ പ്രതിപാദിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കി തരിക. എങ്ങനെയാ സ്തുതിക്കുന്നത്? നേരിട്ട് ഇതാണ് ബ്രഹ്മം എന്ന് പറയുന്നില്ല വേദം. എന്താ പറയുന്നത്? ഇതല്ല ബ്രഹ്മം, ഇതല്ല ബ്രഹ്മം, ഇതല്ല ബ്രഹ്മം, ഇതല്ല ഇതല്ല, നേതി നേതി നേതി. വേദാന്തികളുടെ വളരെ പ്രധാനപ്പെട്ട വാചകമാണത്. ഇതല്ല ഇതല്ല എന്ന തിരിച്ചറിവിലൂടെ ഇതല്ലാത്തതെന്തോ അതിനെ അറിയുക. അങ്ങനെയുള്ള ഒന്നിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. യോ ബ്രഹ്മാണം വിദധാതി പൂർവം യോ വൈ വേദാംശ്ച പ്രഹിണോതി തസ്മൈ താമഹം ദേവം ആത്മബുദ്ധിപ്രകാശം മുമുക്ഷുർവൈ ശരണമഹം പ്രപദ്യേ. ആരിൽ നിന്നാണോ ഈ വേദമുണ്ടായത്? ഇങ്ങനെയുള്ള പ്രപഞ്ചമൊക്കെ
പരിണമിച്ചത്. അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നുള്ളതായ വേദസ്തുതികൾ മുഴുവൻ ഇത്തരത്തിലുള്ളതായ ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്തിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായോ അത്. നാസദാസീത് സൂക്തമായിക്കൊള്ളട്ടെ, പുരുഷ സൂക്തമായിക്കൊള്ളട്ടെ, ഇങ്ങനെ വേദാന്ത തത്വം നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് വേദത്തിലെ ഓരോ ഋക്കുകളും എന്ന് വളരെ വ്യക്തമായി ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പ്രതിപാദിച്ചു. ബൃഹദുപലബ്ധമേതദ് അവയന്ത്യവശേഷതയാ യഥ ഉദയാസ്തമയോ വികൃതേർ മൃതി വ അവികൃതാൽ അത ഋഷയോ ദധുസ്ത്വയി മനോവചനാചരിതം കഥമയഥാ ഭവന്തി ഭുവി ദത്തപദാനി നൃണാം. ഭഗവാന്റെ സ്വരൂപമാണ് ഈ പ്രപഞ്ചം എന്ന് ഭാഗവതം ആദ്യമേ തന്നെ പ്രതിപാദിച്ചതാണ്. ഞാൻ ഭാഗവതത്തിൽ ശ്രുതിഗീത വ്യാഖ്യാനിക്കണം എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ആദ്യം ബ്രഹ്മോപദേശമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ദാ ശ്രുതിഗീതയാണ് ഇന്ന് വേണം, 30-ാം തീയതി ആയിരുന്നു വെച്ചിരുന്നത്. അപ്പൊ ബ്രഹ്മോപദേശം ഞാൻ വേണ്ടതുപോലെ എങ്ങനെയാ പറയണ്ടേന്ന് ആലോചിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ എൻ്റെ അഹങ്കാരം. ബ്രഹ്മോപദേശമാണ് വ്യാഖ്യാനിക്കേണ്ടത്. എപ്പോഴാണ് ഈ ബ്രഹ്മോപദേശം ഉണ്ടായെന്നറിയില്ലേ? പരീക്ഷത്തിന് കഥയൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ കഥയുടെയൊക്കെ സാരം ദാ 2-3 ഉദാഹരണങ്ങളോടുകൂടി അങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നും മിണ്ടാതെ യാത്ര പോലും പറയാതെ എഴുന്നേറ്റ് പോകുന്ന ശുഗന്റെ ആ ചരിത്രം വർണ്ണിക്കാനാണ് പറഞ്ഞത്. അന്ന് തന്നെ ഞാൻ ഞെട്ടിത്തെരിഞ്ഞിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് കരയിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. എനിക്ക് കര വിടാൻ പറ്റില്ല, കരയിൽ എന്നെ കാത്തിരിക്കുന്നവരുണ്ട് അല്ലേ. സമുദ്രത്തിൽ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത് അതല്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി. അപ്പം പിന്നെ ധൈര്യമായിട്ട് ഇനി കരയിലിരുന്ന് ഭഗവാന്റെ ഏതെങ്കിലും കഥയൊക്കെ പറയാമെന്ന് വിചാരിച്ചപ്പോഴാണ് ശ്രുതിഗീത എന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് വിളിച്ചത് ബഹുമാനന്ദ സ്വാമിജിയോ അല്ലെങ്കിൽ ഈ സത്രത്തിൻ്റെ ഭാരവാഹികളോ ആരുമല്ല. ഇതൊക്കെ ഏൽപ്പിക്കുന്നത് വേറൊരാളാണ്. എൻ്റെ ഈ വികൃതിയൊക്കെ കണ്ട് ആ വികൃതിയുടെ ശരിയായ അർത്ഥം എന്നെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോ വിഷയങ്ങൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരികയാണെന്ന് എനിക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ ശ്രുതിഗീതയില് ഞാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഗ്രന്ഥങ്ങൾ അന്വേഷിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ശ്രുതിഗീത വ്യാഖ്യാനിക്കാൻ വേറെ ഗ്രന്ഥങ്ങൾ? കാരണം എന്താ? യഥാർത്ഥത്തിൽ ശ്രുതിഗീത എന്താണ്? ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രമാണ ദർശന പ്രമാണ അധ്യായമാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ പിന്നെ ശ്രുതിഗീതയുടെ വ്യാഖ്യാനം എന്താണ്? ശ്രീമദ് ഭാഗവതം തന്നെയാണ്. രണ്ടാമത്തെ ശ്ലോകം അത് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. എന്താ പറഞ്ഞത്? ഉപലബ്ധം ഏതൽ ബൃഹത് അവശേഷതയാ അഭയന്തി സ അവികൃതാത് യതഃ വികൃതേഹേ മൃതി വാ ഉദയാസ്തമയവൂ അതഃ ഋഷയ ത്വയി മനോവചനാചരിതം ദധു. ഇവിടെ കാണപ്പെട്ടതായിരിക്കുന്ന യാതൊരു ബ്രഹ്മമുണ്ടോ? അവശേഷിക്കുന്നത് എന്ത് അത് എന്നുള്ള രീതിയിലേ ആ ബ്രഹ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവശേഷിക്കുന്നത് എന്ത് എന്ന രീതിയിലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ബ്രഹ്മമല്ലാത്തതായി യാതൊന്നുമില്ല എന്നത് സത്യമായിരിക്കും. ആ ബ്രഹ്മത്തെ വേദത്തില് വർണ്ണിക്കുന്നത് ബ്രഹ്മത്തെയാണെന്ന് പറയുകയുമുണ്ടായല്ലോ. അഗ്നേ നയ സുപഥ രായേ അസ്മാൻ എന്നിങ്ങനെ തുടങ്ങുന്ന ഋക്കില് അഗ്നേ എന്നാണ് വിളിച്ചത്. അപ്പൊ അഗ്നി വേറൊരു ദേവനാണ് അല്ലേ. വരുണൻ ദേവനാണ്, വായുദേവനാണ്. ഇങ്ങനെ ഓരോന്നും ഓരോരോ ദേവതകളായി 33 ദേവതകളാണ് വേദത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഋഗ്വേദത്തിൽ 33 ദേവതകൾ. ഈ 33 ദേവതകളാണ് കാലാന്തരത്തിൽ പുരാണ കാലഘട്ടമായപ്പോൾ 30 മുക്കോടി ദേവതകളായി മാറിയത്. ഈ ദേവതകൾക്കൊക്കെ സാത്വിക രാജസ താമസീയമായിരിക്കുന്ന ഭാവങ്ങൾ പുരാണ കാലഘട്ടമായപ്പോഴേക്കും വന്നു ചേർന്നു. അതുകൊണ്ടാണ് ദേവതകൾക്ക് അനന്തങ്ങളായിരിക്കുന്നതായ രൂപഭാവങ്ങൾ പിന്നീട് വന്നു ചേർന്നത് എന്നൊക്കെ പറയുന്നു. ഉപനിഷത്തുകൾ തന്നെ പറയുന്ന കാര്യമാണത്. എന്തായാലും അഗ്നി എന്നും വരുണനെന്നും വായുവെന്നും കുബേരനെന്നും സോമനെന്നും ഒക്കെ അനവധി, രുദ്രനെന്നും ഒക്കെ നാമധേയങ്ങളോടുകൂടി അനവധി ദേവതകളെ സംബോധന ചെയ്തുകൊണ്ടാണല്ലോ വേദഋക്കുകള്. അപ്പൊ പിന്നെ വേദത്തിൽ ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ശരിയാവുക എങ്ങനെയാ? ദേവതകൾ ഒരുപാടില്ലേ? അപ്പൊ പറയുന്നു അങ്ങനെയല്ല. അവശേഷിക്കുന്നത് എന്ത്? അതാണ് ബ്രഹ്മം എന്നിരിക്കെ, ആ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായതെന്നിരിക്കെ, ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല എന്നിരിക്കെ, എല്ലാ ദേവതകളും ആ ബ്രഹ്മത്തിന്റെ തന്നെ സ്വരൂപങ്ങളാണ്. ആ ബ്രഹ്മത്തെ തന്നെയാണ് അഗ്നി എന്ന വാക്കുകൊണ്ടും വരുണൻ എന്ന വാക്കുകൊണ്ടും ഒക്കെ
വിളിക്കുന്നത് ഏകം സദ്വിപ്രാ ബഹുധാ വദന്തി. ഒന്നിനെ തന്നെയാണ്. ബുദ്ധിമാന്മാർ പലതായി അറിയുന്നതും പലതായി അറിയുന്ന പലതുമുണ്ടോ അതിനെയൊക്കെ ഒന്നായി തിരിച്ചറിയുന്നതും ഈ പറഞ്ഞ ബ്രഹ്മത്തെ തന്നെയാണ്. അത് വ്യക്തമായി ശ്രീമദ് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ തുടക്കത്തിലെ ഒരൊറ്റ വാചകത്തിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ജഗൃഹേ പൗരുഷം രൂപം. സൂതനോട് കഥ പറയാൻ പറഞ്ഞപ്പോൾ സൂതൻ ശ്രീശുകനെയും വ്യാസനെയും ഒക്കെ നമസ്കരിച്ചുകൊണ്ട് കഥ ആരംഭിച്ചു. ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് 2-ാമത്തെ ആ അധ്യായത്തിൽ പറഞ്ഞു. 3-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ അംശാവതാരങ്ങളും ഭഗവത് അവതാരങ്ങളും ഭഗവാൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി തുടങ്ങിയത് ജഗൃഹേ പൗരുഷം രൂപം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഭഗവാൻ എങ്ങനെയാ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ല ഭാഗവതം പറയുന്നത്. ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. അങ്ങനെയിരിക്കെ പ്രപഞ്ചത്തിൽ ഭഗവാൻ അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പൊ അത് ഭാഗവതം തന്നെ നമുക്ക് വ്യാഖ്യാനിച്ച് പറഞ്ഞു തന്നു. 2-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം വാചാരംഭണം നാമ വികാരോ മൃത്തികേതി സത്യം. ഉപനിഷത്ത് വാക്യം ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ വികാരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നാമങ്ങൾ. സത്യത്തിൽ ആത്യന്തികമായി ഇവിടെ ഒന്നേ ഉള്ളൂ. മണ്ണ്, ചെളി. അത് വെള്ളമൊഴിച്ച് കുഴച്ചു കഴിഞ്ഞാൽ ചെളിയായി, അല്ലേ? അത് ഉണ്ടയാക്കിയാൽ മണ്ണുണ്ടയായി. അതൊരു ചക്രത്തിൽ വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ കുടത്തിന്റെ രൂപം കൊടുത്താൽ അതിനെ കുടമെന്ന് വിളിക്കുന്നു. യഥാർത്ഥത്തിൽ കുടം തട്ടിപ്പൊട്ടിച്ചാൽ അത് മണ്ണാവുന്നു. അപ്പോൾ മണ്ണും കുടം, കുടം മണ്ണ്, മണ്ണുണ്ടയും മണ്ണ്, ചെളിയും മണ്ണ്, ഒക്കെ മണ്ണ്. മണ്ണല്ലാതെ വല്ലതും ഉണ്ടോ? സ്വർണമാണ് ആത്യന്തികമായി ഉള്ളത്. ആ സ്വർണത്തെ ഉരുക്കി ഒരാഭരണമാക്കി മൂക്കിലിട്ടാൽ അത് മൂക്കുത്തിയാവും, കാതിലിട്ടാൽ കമ്മലാവും, കഴുത്തിലിട്ടാൽ മാലയാവും, കാലിലിട്ടാൽ പാദസരമാവും, അരയിലിട്ടാൽ അരഞ്ഞാണമാവും. ആത്യന്തികമായിട്ട് സ്വർണത്തിന് വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. സ്വർണം സ്വർണം തന്നെ, അതിന്റെ രൂപത്തിന് മാത്രമേ മാറ്റുള്ളൂ. എന്ന് പറയുന്നത് പോലെ മനോവചനാചരിതം ദധുഹു. ഋഷീശ്വരന്മാര് അവരുടെ ആ മനസ്സിലുണ്ടാകുന്നതായ യാതൊരു ഭാവമുണ്ടോ ആ ഭാവം കൊണ്ട് യാതൊന്ന് ധരിച്ചു വെച്ചിരിക്കുന്നു. ഭഗവാൻ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന്. മനുഷ്യരെങ്ങനെയാണ് ഭൂമിയില് കല്ലുമ്മ ചവിട്ടിയാലും വെള്ളത്തിൽ ചവിട്ടിയാലും പാറയുടെ മുകളിൽ ചവിട്ടിയാലും മലയുടെ മുകളിൽ ചവിട്ടിയാലും മനുഷ്യർ ചവിട്ടുന്നത് എവിടെയാ? യഥാർത്ഥത്തിൽ ഭൂമിയിൽ തന്നെയാണ്. ഭൂമിയിലല്ലാതെ കണ്ടുള്ള ഒരു കാൽവെപ്പ് മനുഷ്യന് ഉണ്ടാവുമോ? കല്ലുമ്മ ചവിട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കല്ല് ഭൂമിയുടെ ഭാഗമാണ്, അല്ലേ? വെള്ളം ഭൂമിയുടെ ഭാഗമാണ്. അങ്ങനെ ഈ ഭൂമിയിലെ ഏത് ഭാവവ്യത്യാസങ്ങൾ, സമതലമായിക്കൊള്ളട്ടെ മരുഭൂമി ആയിക്കൊള്ളട്ടെ, ഒക്കെ ഭൂമി തന്നെയാണ്. രൂപത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഭൂമിയിലല്ലാതെ മനുഷ്യന് ചവിട്ടാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരോ ഗോവിന്ദം പ്രതിഗച്ഛതി. ആകാശത്തിൽ നിന്ന് പതിക്കുന്ന ഓരോ ജലബിന്ദുക്കളും കൂടിച്ചേർന്ന് അരുവിയായി, അരുവികൾ കൂടിച്ചേർന്ന് പുഴയായി, പുഴകൾ എങ്ങനെയാണോ മഹാസാഗരത്തിൽ എത്തിച്ചേരുന്നത്, അതുപോലെ ഏത് ദേവതാരാധനകളും എത്തിച്ചേരുന്നത് സാക്ഷാൽ പരബ്രഹ്മത്തിലേക്കാണ്. ഇങ്ങനെ വേദത്തിലെ ഏത് ഋക്കുകളിൽ അഗ്നി എന്നാണെങ്കിലും വരുണൻ എന്നാണെങ്കിലും ഏത് ഭാവത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ യഥാർത്ഥത്തിൽ ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ബ്രഹ്മത്തെ ദ്യോതിപ്പിക്കുന്നതായ ആ അർത്ഥത്തിന് വേണ്ടതായ ശക്തി ഉണ്ടാവുന്നത് ലൗകികമായ വ്യാകരണത്തിന്റെ സ്ഫോട സിദ്ധാന്താദികളൊന്നുമല്ല, ലക്ഷണയാണ് എന്ന് ഭാഗവതത്തെ വ്യാഖ്യാനിക്കുന്ന പലരും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ലക്ഷണ എന്ന് പറയുന്നത് പോലും മനുഷ്യന്റെ ബുദ്ധിയുടെ ഒരു വ്യാപാരമാണെന്നാണ്. ഉപമ, അനുമാനം എന്നിങ്ങനെയുള്ളതായ പലതരത്തിലുള്ളതായ വ്യാപാരങ്ങളിലൂടെയാണ് ഇത്തരത്തിലുള്ള അർത്ഥങ്ങളൊക്കെ തോന്നുന്നത്. ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുമ്പോൾ ചന്ദ്രനെ കാണാത്ത ആൾക്ക് മുഖത്തിന്റെ സൗന്ദര്യം മനസ്സിലാവുകയില്ല. ഉണ്ടോ? ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് കുട്ടികളോട് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് പറയും? ഓ, ഇത്രയും വികൃതമാണോ ആ മുഖം എന്ന് ചോദിക്കും. കാരണം എന്താ? ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞതായ ഒരു ഗ്രഹം, ഒരു ഉപഗ്രഹമാണ്, അല്ലേ? അപ്പൊ നമ്മുടെ മുൻധാരണകൾക്കനുസരിച്ചാണ് വാക്കുകളുടെ അർത്ഥം ലൗകികമായി വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്ത് വേദം കുട്ടിക്കാലത്ത് തന്നെ പഠിക്കണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കുറച്ച് വലുതായി കഴിഞ്ഞാൽ മുൻധാരണകളോട് കൂടിയതായ പദത്തിന്റെ അർത്ഥബോധം നമുക്കുണ്ടാവും. ആ അർത്ഥബോധം ഉണ്ടാവുന്നതിന് മുമ്പേ വേദം പഠിക്കണം. അർത്ഥം നാം നമ്മുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ലൗകിക ദൃഷ്ട്യാ അനുമാനിക്കുന്നതിന് മുമ്പേ ശബ്ദം ഉള്ളിൽ കടന്നു ചെല്ലണം. അപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു അനുഭവ തലമുണ്ട്. ആ അനുഭവമാണ് വേദത്തിലൂടെ ലഭിക്കുന്നതായ ബ്രഹ്മാനുഭവം
എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി. സാക്ഷാൽ ബ്രഹ്മാവായിക്കൊള്ളട്ടെ, ശിവനായിക്കൊള്ളട്ടെ, ഇന്ദ്രനായിക്കൊള്ളട്ടെ, എല്ലാ ദേവതകളും ബ്രഹ്മത്തിൻ്റെ സ്വരൂപഭേദങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ശ്ലോകത്തില് ഇതി തവ സൂരയവ്യധിപതേ സ്ത്രീ അധിപതേ അഖില ലോകമല ക്ഷപണ കഥാമൃതാബ്ധിമവഗാഹ്യ തപാംസി ജഹു കിമുത പുന സ്വധാമവിധുതാശയകാലഗുണ പരമഭജന്തിയേ പദമജസ്ര സുഖാനുഭവം. വിദ്വാൻമാരായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ, ഹേ ത്രിയധിപതേ, 3 ഗുണങ്ങൾക്കും അധിപതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അഖില ലോകമലക്ഷപണ കഥാമൃതാബ്ധിം അവഗാഹ്യ, അഖില ലോകത്തിനും നിറഞ്ഞു നിൽക്കുന്നതായ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ, ദുഃഖമാകുന്നതായ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിവുള്ളതായ അങ്ങയുടെ കഥാമൃതത്തിൽ, കഥാമൃത സാഗരത്തിൽ മുങ്ങിക്കൊണ്ട്, നീന്തി തുടിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ളതായ ഭ്രമങ്ങളെയും വിട്ടകന്ന് അങ്ങയിൽ തന്നെ ചേർന്ന് നിൽക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങ് സുഖസ്വരൂപനാണ്. അങ്ങയെ ധ്യാനിക്കുക, അങ്ങയുടെ കഥകൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആനന്ദം മാത്രമേ ഉള്ളൂ. ഈ ആനന്ദത്തെ അനുഭവിക്കുന്നതിന് വേണ്ടി പരിപൂർണമായും അങ്ങയുടെ കഥകളിൽ മുഴുകിയിരിക്കുന്നവരാണ് പണ്ഡിതന്മാര്. ഇത് ഭാഗവതത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഈ പണ്ഡിതന്മാരുടെ ഭാഗവത കഥാസേവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധർമ്മപ്രോച്ഛിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാപരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി ശുശ്രൂഷുഭി തൽക്ഷണാത്. ഇപ്പൊ ഭഗവൽ തത്വം ഹൃദയത്തിൽ തെളിഞ്ഞുകൊണ്ട് അതിൽ തന്നെ ആനന്ദ നിമഗ്നരായിക്കൊണ്ട് വർത്തിക്കുന്നതായ സജ്ജനങ്ങള് അതിനുവേണ്ടി സ്വീകരിക്കുന്ന ഉപാധി എന്താ? ഭഗവാന്റെ കഥകളെയാണ്. ഇങ്ങനെ കഥാശ്രവണത്തിലൂടെ തന്നെ മുക്തി അവസ്ഥ ലഭിക്കുന്നു. സത്യവ്രതം, സത്യപരം എന്നിങ്ങനെയുള്ളതായ കൃഷ്ണാവതാര സമയത്തുള്ളതായ ബ്രഹ്മാവിന്റെ സ്തുതി, ആ ബ്രഹ്മാവിന്റെ സ്തുതിയിലെ 10-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായമാണ് ഈ സ്തുതി. അതില് ഈ ഭഗവത് കഥകൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് പ്രപഞ്ചമാകുന്നതായ മഹാഘോരമായിരിക്കുന്ന സമുദ്രത്തെ തരണം ചെയ്യാൻ യോഗികള് ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ തന്നെ ഒരു തോണിയാക്കിയിട്ട് ആ തോണിയെ സ്വന്തം ഹൃദയത്തിൽ കെട്ടിയിടുന്നു എന്ന് പറയുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ സാഗരത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. വീഴുമ്പോഴൊക്കെ കയറി ആ പ്രപഞ്ചമാകുന്നതായ ആ താപത്രയങ്ങളോടുകൂടി, ആധ്യാത്മിക, ആധിദൈവിക, ആധിഭൗതികങ്ങളായ താപത്രയങ്ങളോടുകൂടിയതായ പ്രപഞ്ച ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള തോണിയായിട്ട് ഭഗവാന്റെ പാദമാകുന്ന നാവത്തെ ഹൃദയത്തിൽ കെട്ടിയിടുന്നു എന്ന് അതിമനോഹരമായി ഒരു ശ്ലോകം കൊണ്ട് വർണ്ണിച്ചിട്ടുണ്ട്. കടക്കുവാൻ ക്ലേശമെഴും ഭവാബ്ധി നിൻ ശ്രീപാദമാത്രാശ്രിതർ നിന്നനുഗ്രഹാൽ ചാടിക്കടന്നിട്ട് അഖിലാത്മസൗഹൃദാൽ സൂക്ഷിച്ചു വെക്കുന്നിത് തോണീക്കരേ സ്വയം സമുത്തീര്യ സുദുസ്തുരം ദ്യുമൻ ഭവാർണവം ഭീമമദഭ്രസൗഹൃദ ഭവൽപദാംഭോരുഹ നാമമത്രത്തെ നിധായ യാത സദനുഗ്രഹോ ഭവാൻ. പ്രപഞ്ച സാഗരത്തെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗീശ്വരന്മാര്, സജ്ജനങ്ങള്, പരമഹംസന്മാരായിട്ടുള്ള ആളുകളെ അങ്ങയുടെ തൃപ്പാദങ്ങളെ പരിസേവനം ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രപഞ്ച താപത്രയങ്ങളെ മുഴുവൻ കടന്നു കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? അങ്ങയുടെ കഥകളെ ഉപേക്ഷിക്കുന്നില്ല. ആ കഥകളെ അങ്ങയുടെ തൃപ്പാദ സ്മരണ എന്ന് പറയുന്നതിനെ ഹൃദയത്തിൽ കെട്ടിയിടുന്ന ഒരു തോണിയെ പോലെ ഇനിയും ജനിക്കാതിരിക്കാൻ എന്ന് സാരം. ധൃതയ ഇവ ശ്വസന്ധ്യസുഭൃതോ യതി തേനുവിധ മഹദഹമാദയോണ്ടമസൃജൻ യദനുഗ്രഹത പുരുഷവിധോന്വയോത്ര ചരമോന്നമയാദിഷു യ സദസത പരം ത്വമഥ യദേശു അവശേഷമൃതം. ഭഗവാൻ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ സകല ജീവതത്വങ്ങളുടെയും ഉള്ളിൽ വർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ബാഹ്യത്തിലും ഭഗവാൻ തന്നെ വർത്തിക്കുന്നു. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നിങ്ങനെ ഒരു ജീവന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആ ഭാവങ്ങളൊക്കെ ഭഗവാനാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സൂക്ഷ്മത്തോടുകൂടി നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുക അന്നമയം, ആദ്യം അന്നമയമാണ് ഭഗവാൻ എന്ന് തോന്നും, പിന്നെ പ്രാണമയമാണെന്ന് തോന്നും, പിന്നെ അതാ മനോമയമാണെന്ന് തോന്നും,
പിന്നെ വിജ്ഞാനമയമാണെന്ന് തോന്നും, പിന്നെ തോന്നും ആനന്ദമയമാണെന്ന്. ആ ആനന്ദത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് മനസ്സിലാവുക ആ ആനന്ദത്തിനും സാക്ഷിയായിരിക്കുന്നവനാണ് ഭഗവാൻ എന്ന്. സാക്ഷി എന്ന പദം ലൗകികമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെയാ? നമ്മുടെ ലൗകികമായിരിക്കുന്ന ആചരണങ്ങളില് സാക്ഷി ആരാണ്? ഒരു കോടതിയിൽ സാക്ഷി പറയാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി എന്നിങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ട് നേരിട്ട് അനുഭവമുള്ളവനാരോ അവനാണ് സാക്ഷി, അല്ലേ, ലൗകികമായിട്ട്. പക്ഷെ വേദാന്തികളെ സംബന്ധിച്ചിടത്തോളം സാക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തവൻ കാണാത്തത് കാണുന്നവൻ, ചെവി കൊണ്ട് കേൾക്കാത്തത് കേൾക്കുന്നവൻ, മൂക്കുകൊണ്ട് മണക്കാത്തത് മണക്കുന്നവൻ, നാക്കുകൊണ്ട് രുചിക്കാത്തത് രുചിക്കുന്നവൻ, ത്വക്കുകൊണ്ട് സ്പർശിക്കാത്തത് സ്പർശിക്കുന്നവൻ, ഇങ്ങനെയുള്ള യാതൊന്നുണ്ടോ അതിനെയാണ് സാക്ഷി എന്ന് വിളിക്കുക. ആ സാക്ഷി രൂപേണ ഭഗവാൻ വർത്തിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാനെ അറിയുന്നവര് യഥാർത്ഥത്തിൽ ശ്വസിക്കുന്നു. അസുഹൃത തേ അനുവിധാ ഭവന്തി യതി ശ്വസന്തി. അങ്ങയെ വേണ്ടതുപോലെ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിച്ചവരായിരിക്കുന്ന മനുഷ്യര് ശ്വസിച്ച് ജീവിക്കുന്ന ജീവികളാണ്, മനുഷ്യരാണ് എന്ന് പറയാം. അല്ലാത്തവരോ യഥാർത്ഥത്തിൽ എങ്ങനെയുള്ളവരാ? അന്യഥാ ധൃതയ ഇവ മഹദഘമാദയതനുഗ്രഹ. ധൃതികളെ പോലെയാണ് മറ്റുള്ളവർ. ധൃതി എന്ന് പറഞ്ഞാൽ എന്താ? അടുപ്പിൽ തീ ഊതാൻ ഉപയോഗിക്കുന്നതായ തൊകല് കൊണ്ടുള്ളതായ ഒരു കുഴലുണ്ട്. അതിങ്ങനെ ഊതും. ഇത് ഊതുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിനുള്ളിലേക്ക് ശ്വാസം പോകുന്നുണ്ട്, ശ്വാസം അതിനുള്ളിലേക്കും പ്രവേശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ളതായ പുകയൂതാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം പോലെയാണ് മനുഷ്യന്റെ ജീവിതം. യഥാർത്ഥത്തിൽ ഭഗവാനെ ആശ്രയിക്കാത്തവരായ മനുഷ്യരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അസുര്യ നാമത്തെ ലോക അന്ധേന തമസാവൃത സവ ഏഷ പുരുഷേ അന്ന രസാദിമയ. അന്നമയമായും രസമയമായും ഒക്കെയുള്ളതാണ് ആ പരമമായ തത്വം എന്നിങ്ങനെയുള്ള ഉപനിഷത്ത് വാക്യങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്. ഈ തത്വം ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ 21 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞു. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഭാഗവത ശ്രവണം, ആ ഭാഗവത പുരുഷനെ എങ്ങനെ ധാരണ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ഭഗവത് കഥകൾ കേൾക്കാത്തവരായ, ഭഗവത് കഥകളിൽ രതിയില്ലാത്തവരായ മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ജീവച്ഛവോ ഭാഗവതാംഘ്രിരേണും നജാതു മർത്യോഭി ലഭേത യൽസു ശ്രീ വിഷ്ണു പദ്യാമനുജസ്തുലസ്യ ശ്വസൻ ശവോ യസ്തു നവേദഗന്ധം. വെറും ശവതുല്യമാണ് അവരുടെ ജീവിതം. പുഴയിൽ ഒഴുകി നടക്കുന്ന ശവത്തെ പോലെയാണ്. പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല. ഭഗവത് കഥ കേൾക്കാത്തവരായ ആളുകൾ അവര് കൃതഘ്നന്മാരാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെയൊരു ജന്മം തന്നത് ആരാ? ഇങ്ങനെയൊരു ശരീരം നമുക്ക് ലഭിച്ചു, അല്ലേ? ഈ ശരീരമുണ്ടെന്നും പ്രപഞ്ചമുണ്ടെന്നും തോന്നലോടുകൂടി ശരീരത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാം ഈ ശരീരത്തിലൂടെ അനുഭവിക്കുന്നത് ദുഃഖം മാത്രമാണോ? ആണോ? അല്ല, സുഖവും അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? ശരീരപരിഗ്രഹോ ദുഃഖക എന്നാണ് വേദാന്തികളുടെ പ്രമാണമെങ്കിലും ദുഃഖം മാത്രമല്ല ശരീരം തരുന്നത്, സുഖവും തരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദുഃഖത്തെപ്പോലും സുഖമായി കാണുന്നവരാണ് നമ്മളിൽ പലരും. പല നാൾ പഴകിയാൽ വെളിച്ചം ഇരുട്ടും വെളിച്ചമായി വരും എന്ന് പറയുന്നത് പോലെ കുറെ ദുഃഖിക്കുമ്പോൾ ആ ദുഃഖം തന്നെ ഒരു സുഖമാക്കി മാറ്റുന്ന ഒരു അത്ഭുതം ഈ പ്രപഞ്ചത്തിന് മാത്രമുള്ളതാണ്. അത്തരത്തിലുള്ളതായ ഈ ശരീരം നമുക്ക് ലഭിച്ചു, ഇങ്ങനെയൊരു പ്രപഞ്ചത്തിൽ ഇങ്ങനെയൊരു ജീവിതം കിട്ടി. ഇതിനൊക്കെ നന്ദിയോടുകൂടി ഭഗവാനെ സ്മരിക്കാത്തവരായ ആളുകളുടെ ജീവിതം വെറും ശവതുല്യമാണ്. ജീവൻ ശവം ഭാഗവതാംഘ്രിരേണു, ശിരസ്സിലേൽക്കാൻ കഴിയാത്തവന്റെ തൽപാദയുക്തം തുളസീ സുഗന്ധം ശ്വസിച്ചിടാതുള്ളവനും ശവം താൻ. യവന്റെ ചിത്തം ഹരിനാമധേയം സ്പർശിച്ചിടാതുണ്ടതൊരശ്മസാരം. പാറക്കല്ല് പോലെയാണ് ഭഗവാന്റെ കഥ കേൾക്കാത്തവരുടെ ഹൃദയം എന്ന് പറയുന്നു. വികാരമുണ്ടെങ്കിൽ അവനു ദേഹം കോരിത്തരിക്കും മിഴുനീർ തുളുമ്പും. വികാരമുണ്ടെങ്കിൽ അവന് കഥ കേട്ടുകഴിഞ്ഞാൽ ശരീരത്തിൽ രോമാഞ്ചമുണ്ടാവും, കണ്ണുനീര് ആനന്ദാശ്രുക്കൾ ധാരധാരിയായിട്ട് ഒഴുകും. അപ്പോൾ മനുഷ്യന് കാമാദി വികാരങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നും കൂടി സൂചിപ്പിച്ചു അവിടെ. ഈ ലൗകികമായിരിക്കുന്ന വിഷയസുഖങ്ങൾ അനുഭവിക്കാൻ വേണ്ടി പ്രയത്നിക്കേണ്ട കാര്യമില്ല. ഈശ്വരീയമായിരിക്കുന്ന പരമാനന്ദത്തെ ഈ ശരീരം കൊണ്ട് തന്നെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള ഉപാധികൾ നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ യുക്തിയുക്തം ചിന്തിക്കാനുള്ള ബുദ്ധിയോടുകൂടിയുള്ള മനുഷ്യ ശരീരം ആ പരമാത്മ തത്വത്തെ അറിയാനാണ് എന്ന് വ്യക്തമായിട്ട് അതാ വിശദീകരിച്ചു. ഉദരമുപാസതേയ ഋഷിപത്മസു കൂർപ്പദൃശ പരിസരപദ്ധതിം ഹൃദയമാരുണയോ തദഹരം ദഹരം തത ഉദഗാദനന്ദതവധാമശിര
പരമം പുനരിഹയൽ സമേത്യ ന പതന്തി കൃതാൻമുഖേ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഭഗവാൻ ഉപാസിക്കുന്നത്. ചില ആളുകൾ പറയുന്നു ഭഗവാൻ ഋഷീശ്വരന്മാരുടെ സമ്പ്രദായങ്ങൾ ഈ ലോകത്തെ പലതാണ്. ഋഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ക്രാന്തദർശികളാണ്, ത്രികാലങ്ങളെയും അറിയുന്നവരാണ്. കാലത്തെ സാക്ഷിയായി കണ്ട് ആ കാലത്തിനും കുറുകയും നെടുകയും ഒക്കെ സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്. തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതായ ഒരു ചക്കിൻ്റെ യന്ത്രത്തിൽ ആ ചക്ക് വട്ടം തിരിയുന്ന സമയത്ത് അതിനെതിരെ സഞ്ചരിക്കുന്ന ഉറുമ്പുകളെ പോലെ അതിനെതിരെയും നെടുകയും കുറുകയും ഒക്കെ സഞ്ചരിക്കാൻ സാധിക്കും. അതുപോലെയാണ് സജ്ജനങ്ങള് ആ ബ്രഹ്മാനുഭവത്തെ നേടി ആ ഈശ്വരീയമായിരിക്കുന്ന കഥകളിൽ മുഴുകിക്കൊണ്ട് ആനന്ദമഗ്ന സമുദ്രത്തിൽ മഗ്നരായിരിക്കുന്നവരായിട്ടുള്ള ആളുകള് കാലത്തിന് നെടുകയും കുറുകയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ജനിച്ചു കഴിഞ്ഞത്, ജനിക്കാനിരിക്കുന്നത്, ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഭേദബുദ്ധിയൊന്നും ഇല്ലാത്തവരായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഋഷീശ്വരന്മാരിൽ തന്നെ അവരുടെ സമ്പ്രദായങ്ങളിൽ തന്നെ പല വ്യത്യാസങ്ങളുണ്ട്. അവർ ഈശ്വരനെ കാണുന്നതായ ഉപാസിക്കുന്നതായ രീതികൾ, ആ രീതികൾക്കനുസരിച്ചിരിക്കും അവർക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ചില മുനിസമ്പ്രദായത്തിൽ എന്താ പറയുന്നത്? ഋഷിവർത്മസുയെ കൂർപ്പദൃശഖാത്തെ ഉദരം ഉപാസത്തെ. ചില ഋഷീശ്വരന്മാര്, ശാർക്കരായന്മാര് എന്ന് പറയും, അവരൊക്കെ ഉദരത്തിലാണ് ഈ ബ്രഹ്മം ഇരിക്കുന്നത് എന്ന് പറയുന്നവരാണ്. അതെന്താ അവരങ്ങനെ പറയാൻ കാരണം? കൂർപ്പദൃശഖ, ഈ കല്ലിൻ്റെ പൊടി കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ വല്ലതും കാണാൻ പറ്റുമോ? കാഴ്ചക്കുറവുള്ളവരും ഇത്തരത്തിൽ പൊടി നിറഞ്ഞ് കണ്ണിന് കാഴ്ചയില്ലാതായി പോയവരുമായിട്ടുള്ള ആളുകളെ പോലെയുള്ള ആളുകളാണ് എന്ത് പറയുന്നത്? ഉദരത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിൽ ദഹരം എന്ന് പറയുന്നതായ സ്ഥാനത്താണ് ഈശ്വരൻ്റെ ഇരിപ്പിടം, ബ്രഹ്മത്തിൻ്റെ ഇരിപ്പിടം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ വിശ്വരൂപത്തെ അറിയാത്തവരായ ആളുകൾ, ഈ പ്രപഞ്ചമായി സ്വയം വിരാജിച്ചുകൊണ്ടിരിക്കുന്ന വിരാട് പുരുഷഭാവത്തിൽ ഭഗവാനെ അറിയാത്തവരായ ആളുകൾക്ക് കേവലമായിരിക്കുന്ന ഭ്രമം സംഭവിച്ച് പറയുന്നതാണ് ഇതൊക്കെ, അല്ലാതെ വേറൊന്നുമല്ല. ഉദരം ബ്രഹ്മേതി ശർക്കരാക്ഷ ഉപാസത്തെ ഹൃദയം ബ്രഹ്മേത്യാരുണയോ ബ്രഹ്മാഹേ വൈദ ഇത ഊർധ്വം തു ഏവ തച്ചിരോശ്രേയത യദിദസ്മിൻ അമസ്മിൻ ബ്രഹ്മവരേ ദഹരം പുണ്ടരീകം വേശ്മദഹരോസ്മിൻ അന്തരാകാശ. ഈ പ്രപഞ്ചം മുഴുവൻ ആത്മസ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്നതായി ഈശ്വരനെ അറിയാത്തവരായ ആളുകളാണ് ഇങ്ങനെ നശ്വരമായിരിക്കുന്നതായ ചില ഭാവങ്ങളിലൂടെ ഈശ്വരനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അനന്തനാണ് ഈശ്വരൻ, അനന്ത എന്നാണ് അവിടെ വിശേഷിപ്പിച്ചത്. അന്തമില്ലാത്തവൻ, ആദ്യമില്ലാത്തവൻ, അങ്ങനെയുള്ളതായ അശേഷശേഷസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ അതാ കേവലമായിരിക്കുന്നതായ വസ്തുക്കളിൽ കണ്ട് ആരാധിക്കുന്നത് അജ്ഞാനം കൊണ്ടും ഭ്രമം കൊണ്ടുമാണ് എന്ന് പറയുന്നു. ഈ തത്വം ഗുരുക്കന്മാർക്ക് വേണ്ട വിധത്തിൽ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട ആളുകളാണ് ഗുരുക്കന്മാർ. ആ ഗുരുക്കന്മാർക്ക് പോലും ഭ്രമം സംഭവിക്കുന്നു എങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ കഥ പറയാനില്ലല്ലോ. ഈ ഭഗവത് സ്വരൂപത്തെയും ഭഗവാന്റെ ഈ രൂപത്തെക്കുറിച്ച് പല പല ദർശനങ്ങളെ പല രീതിയിൽ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഹൃദയത്തിൽ ഭക്തി ഉറയ്ക്കണം എന്നുള്ള തത്വത്തെയും വിശദമാക്കുന്നതാണ് ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ സാഖ്യയോഗം എന്ന് പറയുന്നതായ ഭാഗം, കപില മഹർഷിയുടെ ഉപദേശം. എല്ലാ ദർശനങ്ങളെയും കൂട്ടിയിടക്കിക്കൊണ്ട് ജ്ഞാനസ്വരൂപനും കർമ്മസ്വരൂപനുമായിരിക്കുന്ന ഈശ്വരൻ, ആ ജ്ഞാന കർമ്മസ്വരൂപങ്ങളിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന് ചിലപ്പോൾ കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല, ഭ്രമം സംഭവിക്കാം. ഭക്തി ഉറച്ചു കഴിഞ്ഞാലോ ഈ ഭേദബുദ്ധി ഹൃദയത്തിൽ നിന്നില്ലാതാവുന്നു. അങ്ങനെ സാഖ്യയോഗം ഭക്തി നിഷ്ഠമായിരിക്കുന്നതായ ജ്ഞാനത്തിനും കർമ്മത്തിനും മാത്രമേ ഈശ്വരീയമായിരിക്കുന്ന സാക്ഷാത്കാരം നേടിത്തരാൻ സാധിക്കൂ എന്നുള്ള തത്വത്തെ വിശദമാക്കിക്കൊണ്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആ തത്വത്തെയാണ് ഇവിടെ ഈ ശ്ലോകം കൊണ്ട് വിശദീകരിച്ചത്. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതശ്ചകാസ്യനലവൽ സ്വകൃതാനുകൃതി അഥ വിതഥാസ്വമൂഷ്വവിതഥം തവ ധാമസമം വിരജധിയോന്വയന്ത്യഭിവിപണ്യവ ഏകരസം. ഈ പല രൂപത്തിലും ഭാവത്തിലും കാണുന്നതിന്റെ കാരണം എന്താ? നമ്മൾ അതിമനോഹരമായിരിക്കുന്ന ഉദ്യാനം കാണുന്നു അല്ലേ? നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്നു ഉദ്യാനത്തിൽ. ആ പൂക്കളിൽ തത്തി വരുന്നതായ കാറ്റിന് അനവധി തരത്തിലുള്ളതായ
ആ പൂക്കളുടെ പലതരത്തിലുള്ള സുഗന്ധങ്ങൾ, ആ സുഗന്ധങ്ങളെല്ലാം കൂടിച്ചേരുമ്പോഴുള്ളതായ ആസ്വാദ്യതയിൽ നമ്മൾ മുഴുകുന്നു. ഉദ്യാനത്തിൻ്റെ സൗന്ദര്യം മുഴുവനും നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷേ ആ ഉദ്യാനം നട്ട് നനച്ച് വളർത്തി അതിനെ സംരക്ഷിച്ച് കാവൽ നിൽക്കുന്നവനായിരിക്കുന്ന ഉദ്യാനപാലകനെ നമ്മൾ കാണുന്നില്ല, ഓർമ്മിക്കുന്നു പോലുമില്ല. അല്ലേ? അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല വിഷയങ്ങളും നമ്മൾ ആസ്വദിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചത്തിനും ഇത് ആസ്വദിക്കുക എന്നതായ ആ വ്യവഹാരത്തിനും നമ്മളെ ശക്തനാക്കിയിട്ടുള്ളതായ ആ ഈശ്വര ചൈതന്യത്തെ, ഈ പ്രപഞ്ചമാകുന്ന ഉദ്യാനത്തിൻ്റെ ഉദ്യാനപാലകനായിരിക്കുന്ന ആ ഈശ്വരനെ നാം അറിയാതെ പോകുന്നു. ഈ അറിവില്ലായ്മ ഇത്തരത്തിൽ ഈശ്വരനെ കുറിച്ചുള്ളതായ പല ഭാവഭേദങ്ങളിലൂടെയുള്ള ചിന്തകൾക്ക് കാരണമായിത്തീരുന്നു. എന്നാൽ ഇത്തരത്തിൽ പല രൂപത്തിലും ഭാവത്തിലും ഈശ്വരനെ ആരാധിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതില്ല എന്ന് പറഞ്ഞു തരികയാണ് വേദം തന്നെ. ത്വം സ്വകൃത വിചിത്രയോനിഷു ഹേതുതയാ വിശൻ ഇവ സ്ഥിതഃ സ്വകൃതാനുകൃതി അനലവത് തരതമത ചകാസി. തീയ പ്രകാശിക്കുന്നു, എല്ലാറ്റിലും അഗ്നിയുണ്ട്. പക്ഷെ ഓരോന്നിലും അഗ്നി ജ്വലിക്കുന്നത് പലതരത്തിലുള്ളതായ രൂപത്തിലും ഭാവത്തിലുമാണ്. ഏറ്റക്കുറച്ചിലുകളിലൂടെ കാണപ്പെടുന്നു നമുക്ക് അഗ്നിയെ. ചെറിയ നാളമായും ഭീമാകാരമായി ഇരിക്കുന്നതായ ആ ജ്വാലയായും ഒക്കെ അഗ്നിയെ കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെയാണ് സകല ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട്. പക്ഷേ എല്ലാ ജീവജാലങ്ങളിലും സ്വയം ആ ജീവജാലങ്ങളായി തന്നെ പരിണമിച്ചിരിക്കുന്ന ഈശ്വരൻ പ്രകാശിതമാവുന്നത് പല വിധത്തിലാണ്. അതിന് കാരണമോ സാത്വിക രാജസ താമസീയമായിരിക്കുന്നതായ ആ മായയാകുന്ന ആവരണമാണ്. മാധ്യമഭേദം കൊണ്ട് അഗ്നി പലതായി തോന്നുന്നത് പോലെ അകതാരിലുള്ളതായ ആ മാലിന്യം കൊണ്ട് ഈശ്വരീയമായിരിക്കുന്ന ഭാവങ്ങളെ പല വിധത്തിൽ നമുക്ക് രാജസീയവും താമസീയവും സാത്വികവുമായിരിക്കുന്ന ഗുണവൃത്തികളുടെ ആ ഫലമായിട്ട് പല രൂപത്തിലും ഭാവത്തിലും തോന്നിപ്പോകുന്നു. സത്യമായിട്ടുള്ളത് എന്താ? അത് ഋഷീശ്വരന്മാരറിയുന്നു, പരമഹംസന്മാരറിയുന്നു. ഏകരസമായിരിക്കുന്നതായ ഭഗവാനെ, ഏകോദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ ധർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണ. നിർഗുണനും കേവലനുമായിരിക്കുന്നതായ സർവചരാചരങ്ങളിലും ആത്മസ്വരൂപമായി വർത്തിക്കുന്നതായ ഭഗവാനെ യഥാർത്ഥത്തിൽ അറിയുന്നവര് അധികം ആരുമില്ല. ആ ഭഗവാനാണ് എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത്, എല്ലാറ്റിനെയും ഇങ്ങനെയൊക്കെയായി പരിവർത്തനം ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള തത്വത്തെയാണ് ഇവിടെ വിശദമാക്കിയത്. ഇത് ധ്രുവസ്തുതിയിൽ യോന്തപ്രവിശ്യം അമവാചം ഇമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്ത ചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു ധ്രുവസ്തുതിയിൽ, അല്ലേ? ആ തത്വത്തെ തന്നെയാണ് ഇവിടെ വേദങ്ങൾ സ്തുതിക്കുന്നത്. ആ സാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ വേദത്തിന്റെ സ്തുതി രൂപേണയുള്ള ഈ ശ്ലോകം വർണ്ണിച്ചിരിക്കുന്നത്. ഉള്ളിൽ കടന്ന് മമസുപ്ത വചസ്സിനെ കൈകാൽ കാത് തോൾകളെ ഏവൻ ഉണർത്തിടുന്നു, സ്വർജസ്സിനാൽ അവനെ ഞാൻ പ്രണമിച്ചിടുന്നേൻ, ഐശ്വര്യമൂർത്തി പുരുഷോത്തമനെ ഭവാനെ. അപ്പൊ എൻ്റെ ഉള്ളിലും സർവചരാചരങ്ങൾക്കുള്ളിലും പ്രാണങ്ങളായും ജീവ തത്വങ്ങളായും വിരാജിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഭഗവാനെയാണ് ഞാൻ പ്രണമിക്കുന്നത് എന്ന് ധ്രുവൻ പറഞ്ഞ അതേ ആശയം കുറച്ചുകൂടി വേദത്തിലെ ആ അലൗകികമായിരിക്കുന്നതായ അർത്ഥത്തിലേക്ക് നമുക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, വേദത്തിൽ ആ ബ്രഹ്മമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്തുതി രൂപേണ വർണ്ണിച്ചു തരികയാണ് ചെയ്തത്. ഭഗവാൻ തന്നെ വിചിത്രങ്ങളായിരിക്കുന്ന രൂപങ്ങളെടുത്ത് സകലയിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് സ്വകൃത വിചിത്രയോനിഷു വിശൻ എന്നുള്ള വാക്കുകളെ കൊണ്ട് വിശദമാക്കി. സ്വകൃത പുരേഷ്വമീഷ്വ ബഹിരന്തര സേവരണം സംവരണ തവ പുരുഷം വദന്തി അഖില ശക്തി ധൃതോംശകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാരസതേഘ്രിമഭവം ഭുവി വിശ്വസിത. അമീഷു സ്വകൃതപുരേഷു, ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന ചെയ്തു പോയതായ കർമ്മത്തിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് ഓരോ ശരീരങ്ങളായിട്ട്. അങ്ങനെയുള്ളതായ സ്വയം ചെയ്തതായ കർമ്മത്തിന്റെ ഫലമായി രൂപപ്പെട്ടു വന്ന ആ ശരീരങ്ങളോട് കൂടിയവര് അബഹിരന്തര സംവരണം, അകത്തും പുറത്തും വ്യാപിച്ചിരിക്കുന്നതായ ആ ഭഗവാനിൽ യാതൊരു മറവും ഇല്ലാത്തവരായിരിക്കുന്നതായ ജീവാത്മാവായിരിക്കുന്ന ആളുകൾ ബ്രഹ്മത്തെ
താൻ തന്നെയായി ഉപാസിക്കുന്നു. അപ്പം അകത്തും പുറത്തുമായിരിക്കുന്നത് ഒരേ ഒരു ഈശ്വരൻ തന്നെ എന്നുള്ള തിരിച്ചറിവുള്ളവരായ ആളുകൾ ആ ഭഗവാനെ, ആ ബ്രഹ്മത്തെ താൻ തന്നെയായി ഉപാസിക്കുന്നു. അങ്ങനെയുള്ളതായ ബ്രഹ്മസ്വരൂപികൾ ഉപാസിക്കുന്നത് എന്തോ അതാണ് ഭഗവാൻ. ദുരവഗമമാത്മ തത്വനിഗമായ തവാത്തതനോ ചരിത മഹാമൃതാബ്ധി പരിവർത്ത പരിശ്രമണ ന പരിലഷന്തി കേചിത് അപവർഗമപീശ്വരത്തെ ചരണ സരോജ ഹംസകുല സംഘ വിസൃഷ്ടഗൃഹ. അങ്ങയുടെ ആ ആ തൃപ്പാദങ്ങളിലെ മധു കൊണ്ടുകൊണ്ട് കഴിയുന്നവരായിരിക്കുന്ന പരമഹംസന്മാര് യഥാർത്ഥത്തിൽ ഭഗവാൻ തന്നെയാണ് അവർക്ക് അതിനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്. ആരാലും കണ്ടെത്താൻ കഴിയാത്തതാണ് ഭഗവാന്റെ ശരിയായിരിക്കുന്നതായ അനുഭവം, ആ ഭഗവത് അനുഭവം. അതിനെ കണ്ടെത്താൻ ഈ ഋഷീശ്വരന്മാർക്ക്, ഈ പരമഹംസന്മാർക്ക് ഉള്ള കഴിവ് കൊടുക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ യഥാർത്ഥത്തിൽ ആ ഭഗവാന്റെ തൃപ്പാദ കമലങ്ങളെ സേവിക്കുന്നവരായ ആളുകള് ഗൃഹം, ലൗകികമായിരിക്കുന്ന വൃത്തികള് ഇതിനെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങയിൽ തന്നെ ആ മഗ്നരായിക്കൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്നു. ഇങ്ങനെ അങ്ങയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നവരായ ആളുകൾക്കോ എത്ര രൂപങ്ങൾ, ഏതൊക്കെ ശരീരങ്ങൾ എടുത്താലും അവർക്ക് യാതൊരു തരത്തിലുള്ളതായ ഭാവഭേദവുമില്ല. ശരീരത്തിൻ്റെതായ പരിണാമങ്ങൾ അവരെ ബാധിക്കുന്നില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വൃത്രാസുരന്റെ ചരിത്രം. അജാതപക്ഷ ഇവ മാതരം ഖഗ എന്നിങ്ങനെ പ്രാർത്ഥിക്കുന്ന വൃത്രാസുരൻ അസുരയോനിയിൽ പിറന്നിട്ടും ഭഗവത് ഭക്തിഭാവം നിറഞ്ഞു നിന്ന് ഏത് യോനികളിലൂടെ കടന്നു പോകുമ്പോഴും ഭാഗവതോത്തമന്മാരുടെ മഹിമ എന്താണ് എന്ന് വർണ്ണിച്ചുകൊണ്ട് ശ്രീ മഹാദേവന്റെ വാക്കുകളും ഈ തത്വത്തെ വ്യക്തമാക്കുന്നതാണ്. അതുപോലെ തന്നെ ത്വദനുപഥം കുലായം. കുലായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം യഥാർത്ഥത്തിൽ ആത്മസുഹൃത്തായിരിക്കുന്നതായ, ഹൃദയത്തിൽ പ്രവേശിച്ച് അതിൽ വർത്തിക്കുന്നവനായിരിക്കുന്നതായ ഒരു ഇഷ്ടനെ പോലെ, ഒരു ബന്ധുവിനെ പോലെ ഭഗവാനെ കാണുന്നു. അപ്പൊ ശരീരത്തിൽ വർത്തിക്കുമ്പോഴും ഭഗവാനെ ബന്ധുവും സുഹൃത്തുമായി കണ്ട് ആ മഹത്തരമായിരിക്കുന്ന തത്വത്തിൽ ലയിക്കുന്നവരുണ്ട്. അതല്ലാത്തവരായ ആളുകളാണ് കുശരീരഭൃതന്മാര്, ശരീരത്തെ കേവലം സുഖഭോഗങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നവര്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും ആത്മാവിനെ അറിയാൻ സാധിക്കുന്നില്ല. അവരെപ്പോഴും ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങേക്ക് ദേവനായിക്കൊള്ളട്ടെ, മനുഷ്യനായിക്കൊള്ളട്ടെ, പക്ഷിയായിക്കൊള്ളട്ടെ, ഉരകഭോഗ ഭുജദണ്ഡവിഷതേധിയ, അങ്ങയുടെ ആ ഉരകത്തെപ്പോലെ ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങളിൽ ആലിംഗനം കുതിക്കുന്നവരായിരിക്കുന്ന ആ ഭക്തകളായിരിക്കുന്ന സ്ത്രീകളായിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ആളുകളായാലും. അപ്പൊ ശരീരഭാവത്തോടുകൂടി, ഗുണഭാവത്തോടുകൂടി, ഏത് ഭാവത്തോടുകൂടിയും ഭഗവാനെ ആരാധിക്കുന്നവരായ ആരിലും അങ്ങ് വേണ്ടതുപോലെ പ്രസാദിക്കുന്നു. അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ പാദരസം വേണ്ടതുപോലെ പാനം ചെയ്യുന്നവരാണ് ലോകത്തിലുള്ളവരെങ്കിൽ അവരെയൊക്കെ ഭഗവാൻ തുല്യരായി കാണുന്നു. അത് മൃഗമോ പക്ഷിയോ ഏത് തന്നെ ശരീരമായിക്കൊള്ളട്ടെ, സ്ത്രീ ആയിക്കൊള്ളട്ടെ, പുരുഷനായിക്കൊള്ളട്ടെ, ജ്ഞാനിയായിക്കൊള്ളട്ടെ, ജ്ഞാനമില്ലാത്തവനായിക്കൊള്ളട്ടെ, ഭക്തിയെയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. കൈഹനുവേദ ബത, ആരറിയുന്നു യഥാർത്ഥത്തിൽ അവരജന്മലയോഗ്രസരം, വരാൻ പോകുന്ന ജന്മങ്ങള്, കഴിഞ്ഞുപോയ ജന്മങ്ങള്, ഇങ്ങനെയുള്ളതായ മരണവും ജനനവും ഇതിനിടയിലുള്ളതായ ജീവിതം, ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്തിൽ നിന്നുണ്ടായോ? സാക്ഷാൽ ബ്രഹ്മാവ് പോലും ആരുടെ പ്രേരണയാൽ ഈ സൃഷ്ടികൾ നടത്തിയോ? ദേവകൾ തന്നെ രണ്ടു വിധത്തിൽ ഉണ്ടായി വന്നുവോ? അത്തരത്തിലുള്ള അപകൃഷ്യശയ്യത, അവരെയൊക്കെ സൃഷ്ടിച്ച് സ്വയം അതിനെ ഭാവന ചെയ്തുകൊണ്ട് ശയിക്കുന്നവനായിരിക്കുന്ന ആ ഭഗവാൻ യഥാർത്ഥത്തിൽ അങ്ങനെ ശയിക്കുന്ന സമയത്ത് സത്തുമില്ല, അസത്തുമില്ല, കാലവുമില്ല, ശാസ്ത്രവുമില്ല, ഒന്നുമില്ല. നാസദാസീത് സൂക്തത്തിന്റെ തത്വത്തെയാണ് അവിടെ വിശദമാക്കിയത്. ഒപ്പം ചതുശ്ലോകി ഭാഗവതം അഹമേവാ സമേവാഗ്രേ എന്ന് തുടങ്ങുന്നതായ ആ ചതുശ്ലോകി ഭാഗവതത്തിന്റെ തത്വം തന്നെയാണ് ഈ ശ്ലോകത്തിലും വ്യക്തമാക്കിയത്. ജനിമസത സതോമൃതിം, അസത്തിന്റെ ജനനത്തെയോ സത്തിന്റെ നാശത്തെയോ ആത്മാവിന്റെ ഭേദത്തെയോ ഒക്കെ കർമ്മഫല വ്യവഹാരത്തെയോ ഒക്കെ സത്യമെന്ന് ധരിക്കുന്നവരായിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവര് യഥാർത്ഥത്തിൽ ഭ്രമം മൂലം നട്ടം തിരിയുന്നു. അവര് പലതരത്തിൽ ഭഗവത് സ്വരൂപത്തെ ആരോപിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ സദിവം അനത്രിവൃത് വിഭാതി കനകസ്യ വികാരം, സ്വർണത്തിന്റെ
വികാരം, സ്വർണത്തിൻ്റെ ശരിയായിരിക്കുന്ന പ്രകൃതി ഒരിക്കലും മാറുന്നില്ല, അതിൻ്റെ രൂപങ്ങൾ മാറുന്നതിനനുസരിച്ച്. അത്തരത്തിൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഈശ്വരനാണ് എന്നുള്ള തത്വത്തെ വ്യക്തമാക്കുന്നു. അപ്പം വേദം എങ്ങനെയാണ് ബ്രഹ്മത്തെ വെളിച്ചപ്പെടുത്തുന്നത്, അനുഭവിപ്പിക്കുന്നത്? ഇതാണ് വേദസ്തുതിയിലൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഈ വേദസ്തുതി 28 ശ്ലോകങ്ങളിലൂടെ നീണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഈ വേദശ്രുതി, ശ്രുതിഗീത എന്ന് പറയുന്നതായ മഹത്തരമായിരിക്കുന്ന ഈ അധ്യായം ഭാഗവതത്തിലെ ഓരോരോ കഥകളിലേക്കും നമ്മുടെ മനസ്സിനെ വ്യാപരിപ്പിക്കുന്ന ഒന്നാണ്. മനസ്സങ്ങനെ ഭാഗവതത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കത്തക്കവണ്ണമുള്ളതായ ദാർശനികമായ ആ ധ്യാനാത്മകമായിരിക്കുന്ന ഒരു അനുഭൂതി നൽകുന്ന അധ്യായമാണ്. പക്ഷേ ക്ലിഷ്ടമായിരിക്കുന്ന പദങ്ങൾ, അതിൽ അലൗകികമായിരിക്കുന്ന വേദത്തിൽ ഉപയോഗിക്കുന്നതായ പദങ്ങൾ അനവധി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് എളുപ്പത്തിൽ നമുക്ക് മറ്റ് ശ്ലോകങ്ങൾ കേൾക്കുന്നത് പോലെ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയത്. എന്തായാലും ശ്രുതിഗീത അതിവിശേഷമാണ്. ഈ ശ്രുതിഗീതയുടെ കഥയെ പറഞ്ഞ് നാരദ മഹർഷിക്ക് നാരായണ ഋഷീശ്വരൻ ഇങ്ങനെ വേദങ്ങൾ സ്തുതിച്ചതായ ചരിത്രത്തെ പറഞ്ഞു. അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അതാ നാരദ മഹർഷി നാരായണ ഋഷിയെ നമസ്കരിക്കുന്നു. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമല കീർത്തയെ യോധത്തെ സർവഭൂതാനാം അഭവായോശതീ കല. ഈ ലോകത്തിലെ മുഴുവൻ മംഗളത്തെ നൽകുന്നതിന് വേണ്ടി ആരാണോ അമലകീർത്തിയായിരിക്കുന്നതായ യാതൊരാളാണോ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇങ്ങനെയൊക്കെയായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ഭഗവാനേതാ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അതാ നാരദ മഹർഷി യാത്രയാവുകയാണ്. എവിടേക്കാ നാരദ മഹർഷി യാത്രയായത്? ഇത്യാദ്യം ഋഷിമാനമ്യ തശിഷ്യാംശ്ച മഹാത്മന തതോഗാദ ആശ്രമം സാക്ഷാൽ പിതൃദ്വൈപായനസ്യമേ. എൻ്റെ അച്ഛനായ വ്യാസന്റെ ആശ്രമത്തിലേക്കാണ് നാരദ മഹർഷി ഇന്ന് പിന്നെ നേരിട്ട് പോയത്. അങ്ങനെ വ്യാസാശ്രമത്തിൽ ചെന്ന് വ്യാസഭഗവാന് ഈ വേദസ്തുതിയിലൂടെ മനസ്സിലാക്കിയതായ വേദത്തിൽ പോലും ബ്രഹ്മാനുഭവത്തെയാണ് പകർന്നു കൊടുക്കുന്നത് എന്നതായ ഭാഗവത ധർമ്മത്തെ സാക്ഷാൽ വേദവ്യാസന് ഉപദേശിച്ചു കൊടുത്തു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നാരദ മഹർഷി എവിടേക്കാ പോയത്? 1-ാമത്തെ സ്കന്ധത്തിലേക്ക് പോയി അല്ലേ? ശ്രുതിഗീത കഴിഞ്ഞ് ആ വേദസ്തുതി എന്ന കഥ കേട്ട് കഴിഞ്ഞ നാരായണാശ്രമത്തിൽ നിന്ന് മടങ്ങുന്നതായ നാരദ മഹർഷി നേരെ ചെല്ലുന്നത് വിഷാദമഗ്നനായിരിക്കുന്ന വേദവ്യാസന്റെ അരികിലേക്കാണ്. ഇതിഹാസവും പുരാണങ്ങളും ഒക്കെ രചിച്ചിട്ടും മനസമാധാനമില്ലാതെ അസ്വസ്ഥതയോടുകൂടി കഴിഞ്ഞ വേദവ്യാസന് ഈ ശ്രുതിഗീതയിലൂടെ ശ്രുതി സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ ഭാവത്തെ ഭാഗവത ധർമ്മമായി ഉപദേശിച്ചു കൊടുത്തു. അപ്പൊ ഭാഗവതം എന്നതായ മഹത്തരമായി പുരാണം ഉണ്ടാകാൻ കാരണമായ ഒരു കഥ കൂടിയാണ് വേദസ്തുതി എന്നുകൂടി നാം സ്മരിക്കണം. ഇവിടെ ഈ നൈമിശാരണ്യത്തിലെ സത്രവേദിയിൽ വന്ന് ശ്രുതിഗീതയിലെ കുറച്ച് ഭാഗങ്ങളെങ്കിലും വ്യാഖ്യാനിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഭഗവാനും ഈ തത്വസമീക്ഷാസത്രത്തിൻ്റെ ഗുരുസ്വരൂപമായി വർത്തിക്കുന്ന ഭൂമാനന്ദ സ്വാമിയുടെയും പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നമസ്കാരം. ഹരി ഓ.